മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് വൺ ഷോട്ട് റിവിഷനുമായിട്ടാണ്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. അത് കൂടാതെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ഫ്രം ദ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ മിസ്സിന്റെ കൂടെ തന്നെ ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതായത് ബാക്കി ചാപ്റ്റേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലാകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് ആണ്. അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ടോപ്പിക്സ് എല്ലാം വളരെ ഈസിയാണ് എന്ന് വിചാരിച്ച് ആ ടോപ്പിക് ടഫ് ആണെന്നൊന്നും അല്ല കേട്ടോ മിസ് പറഞ്ഞത്. കുറച്ച്, അതായത് നമ്മളിപ്പോൾ പറയില്ലേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ, ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പാട് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ടഫ് ആവാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണതെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് വളരെ രസകരമായി ഈസി ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാല്ലേടാ. ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. യെസ്, നിങ്ങൾക്ക് അറിയാം ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലെ. ബേസിക്കലി എന്താണ് കൺട്രോൾ, എന്താണ് കോർഡിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ന് എല്ലാത്തിനും ഇപ്പൊ നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അതേപോലെ തന്നെ ഇപ്പം ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ട് അല്ലെ, നമ്മുടെ ഫുൾ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂറൽ സിസ്റ്റം വിച്ച് ഈസ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ നമ്മുടെ ബോഡിയിലെ പല പല ഓർഗൻസ് ആയിക്കോട്ടെ, ഓർഗൻ സിസ്റ്റംസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ എന്താണ് ഒരു ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മുടെ ബോഡി ഒരു ഹെൽത്തി സ്റ്റേറ്റിലാണ് നമുക്ക് പറയാൻ പറ്റുക അല്ലെ. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ഫുൾ ബോഡീനെ തന്നെ എഫക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ എല്ലാവരും എന്താണ് വളരെ ഐക്യത്തോടെ വളരെ സന്തോഷത്തോടെ താമസിക്കുന്ന ഒരു കുടുംബമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. യെസ്, അത് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ന്യൂറൽ സിസ്റ്റം എടുത്താലും എൻഡോക്രൈൻ സിസ്റ്റം എടുത്താലും, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങൾക്കറിയാം ഹോർമോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താണ് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഫാഷനിലാണ് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റാർട്ടിങ് സെന്റൻസ് എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ന്യൂറൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ കെമിക്കൽ കൺട്രോൾ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഹോർമോൺസിനെ പറ്റി പഠിക്കും അല്ലെ. അപ്പൊ നോക്കിക്കേടാ, നമ്മുടെ ന്യൂറൽ സിസ്റ്റം, അതായത് ആനിമൽസിന്റെ ന്യൂറൽ സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോൺസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂറോണിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, നമ്മുടെ ന്യൂറൽ സിസ്റ്റം എന്ന് വെച്ചാൽ കുറേ ന്യൂറോൺസ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ന്യൂറൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ ന്യൂറൽസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്ത് തരത്തിലുള്ള സ്റ്റിമുലസ് ആയിക്കോട്ടെ. എന്തിനാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയുന്നതാ, ഏതെങ്കിലും ഒരു സംഭവം അല്ലെ, വിച്ച് ക്യാൻ മേക്ക് എ ചേഞ്ച്. ലെറ്റ് ഇറ്റ് ബി ലൈറ്റ് ആകാം, ടെമ്പറേച്ചർ ആകാം, സൗണ്ട് ആകാം, ഇതെല്ലാം സ്റ്റിമുലസ് ആണ് അല്ലെ. അപ്പൊ ഈ ന്യൂറോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റിസീവ് ചെയ്യാൻ പറ്റും. അവർക്ക് കിട്ടിയ സാധനത്തിനെ അവർക്ക് ട്രാൻസ്മിറ്റ് കൂടി ചെയ്യാൻ പറ്റും. കണ്ടോ, ട്രാൻസ്മിറ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റിമുലസ്. ഏത് സ്റ്റിമുലസ് ആയിക്കോട്ടെ അവർക്ക് കിട്ടുന്നത് റിസീവ് ചെയ്തതിനെ അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഓരോ ഓർഗാൻസിനും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെയൊക്കെ ന്യൂറൽ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ നമുക്കറിയാം വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഓർഗനൈസേഷനും ബോഡി ഓർഗനൈസേഷൻ ഉള്ള ആനിമൽസ് തൊട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബോഡി ഓർഗനൈസേഷൻ ഉള്ള ആനിമൽസ് ഒക്കെ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നു. അതിൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് പെരിഫെറയെ പറ്റി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വെർട്ടിബ്രേറ്റ്സ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു ബേസിക് ഓർഗാനിസത്തിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവിടെ ലാക്കിംഗ് ആയിരിക്കും. കാര്യം എന്താണ്, അവരൊരു സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസം ആണ്, സിമ്പിൾ ബോഡി ഡിസൈൻ ഉള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഈ ന്യൂറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ഇൻവേർട്ടിബ്രേറ്റ്സിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ എന്താണ് ഹൈഡ്രേനെ എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്ന് വിചാരിച്ചോ. ഹൈഡ്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, നമ്മുടെ ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്, നമ്മുടെ സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ ഫൈലത്തിൽ വരുന്ന ആൾക്കാരാണ് ഹൈഡ്ര എന്ന് പറഞ്ഞാൽ. അവരുടെ കേസിൽ കുറേ ന്യൂറോൺസിന് ഒരു നെറ്റ്വർക്ക്, അതായത് ഒരു നെർവ് നെറ്റ് എന്ന് നമ്മൾ പറയാം. കണ്ടോ, അങ്ങനെയുള്ളൊരു നെർവസ് സിസ്റ്റം ആയിരിക്കും നമ്മുടെ ഹൈഡ്രയുടെ കേസിൽ പറയാൻ പറ്റുക. പക്ഷെ നമ്മൾ ഹൈഡ്രയിൽ നിന്ന് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരിക എന്ന് വിചാരിച്ചോ. അതായത് ഇപ്പം നമ്മളിപ്പോ ഫസ്റ്റ് പൊരിഫറ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, സിലിൻഡ്രേറ്റ, നിഡേറിയ, ദെൻ പ്ലാറ്റി ഹെൽമിന്തസ്, ആസ്കെൽമിന്തസ്, അനലിഡ്സ്. നമ്മൾ ആർത്രോപോഡ്സിലെത്തി നിൽക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള നെർവസ്
നെർവസ് സിസ്റ്റംസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. അതായത് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് സിലിണ്ടറൈസ് ആണ് കേട്ടോ. അപ്പൊ ഇൻസെക്ടിന്റെ കേസിലാണ് കണ്ടോ അവർക്ക് ഒരു ബ്രെയിൻ ഉണ്ട്. ബ്രെയിനിന്റെ കൂടി ഒരുപാട് ഗാംഗ്ലിയാസ് ഉണ്ട്. അതായത് ഈ ബ്രെയിനിൽ നിന്ന് അറേസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. കൂടാതെ ന്യൂറൽ ടിഷ്യൂ ഉണ്ട്. അതായത് ന്യൂറൽ സിസ്റ്റം കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണ് ആരുടെ കേസിൽ? ആർത്രോപോഡ്സിന്റെ കേസിൽ. ഇനി അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾ വേർട്ടിബ്രേറ്റ്സിൽ എത്തി നിന്ന് കഴിഞ്ഞാൽ, വേർട്ടിബ്രേറ്റ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് എന്താണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ് അവർക്ക് ഉണ്ടാവുക. ഓക്കെ അല്ലേ? വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ് ആർക്ക് ഉണ്ടാവുക? യെസ്, നമ്മുടെ വേർട്ടിബ്രേറ്റ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റമാണ് അവർക്ക് ഉണ്ടാവുക. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിനെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാടാ. ദാറ്റ് ഈസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് നിങ്ങളോട് ചോദിക്കും കേട്ടോ, അതുകൊണ്ടാണ് മിസ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളിപ്പോൾ എന്താണ് നമ്മുടെ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ 2 കാറ്റഗറിയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആസ് വെൽ ആസ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ CNS ആണ്, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് PNS ആണ് അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ 2 ആൾക്കാർ, ഇതിപ്പോ നിങ്ങൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിലുള്ള 2 ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ ബ്രെയിനും പിന്നെ ഒന്ന് നമ്മുടെ ആരാടാ? പിന്നെ ഒന്ന് നമ്മുടെ സ്പൈനൽ കോഡാണ് കേട്ടോ. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ആണ് ഈ 2 ആൾക്കാരെന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലടാ. ബ്രെയിനും സ്പൈനൽ കോഡും ആണ് നമ്മുടെ എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന 2 ആൾക്കാരെന്ന് പറഞ്ഞാൽ. ബ്രെയിനും അതേപോലെ തന്നെ സ്പൈനൽ കോഡും. ക്ലിയർ ആയില്ലേ? കാര്യങ്ങള് ക്ലിയർ ആയില്ലേ? എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, നമ്മുടെ സെൻട്രൽ ആക്സസ് കൂടെ ഉള്ള ആൾക്കാരായിരിക്കും അതിലുണ്ടാവുക അല്ലെ. അപ്പൊ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും നമ്മുടെ സെൻട്രൽ ആക്സസിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ബിലോങ്സ് ടു CNS കാറ്റഗറി നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് PNS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് അറേസ് ചെയ്യുന്ന നെർവ്സ് ആയിരിക്കും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം ഇത് ബ്രെയിനും സ്പൈനൽ കോഡും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചോ. ഇത് ബ്രെയിൻ, അതേപോലെ ഇതിനെ നമ്മൾ സ്പൈനൽ കോഡ് എന്ന് വിളിച്ചു എന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന എന്താണ് കുറച്ച് നെർവ്സ് ഉണ്ട്. അതാ ഇത് ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്താ വിളിക്കാന്നറിയോ? ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്നതിനെ നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, വേറൊരു കളറോട് മാർക്ക് ചെയ്ത് തരാം. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്രേനിയൽ നെർവ്സ് എന്നാണ് വിളിക്കുന്നത്. ക്രേനിയൽ നെർവ്സ്. ഇനി നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് റൈസ് ചെയ്യുന്ന നെർവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈനൽ നെർവ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. നമ്മൾ ഇതിനെ ബ്രെയിനിയൽ നെർവ്സ് എന്നല്ല കേട്ടോ വിളിക്കുന്നത്, ക്രേനിയൽ നെർവ്സ് ആണ് വിളിക്കുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നുള്ളത് സ്പൈനൽ നെർവ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ എല്ലാ നെർവ്സും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? നമ്മുടെ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ അല്ലേ? നോക്കിക്കേ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും ആണുള്ളത്. അത് കണ്ടോ, CNS is the site for information processing and control. എല്ലാ ഇൻഫോർമേഷനും പ്രോസസ്സിങ്ങും കൺട്രോളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് CNS എന്ന് പറഞ്ഞാൽ. ഇനി PNSന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നെർവ്സും CNSൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ നെർവ്സും എവിടെയാണ്? നമ്മുടെ PNS അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള 2 ഡിവിഷൻ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി 2 രീതിയിലുള്ള നെർവ്സ് ആണുള്ളത്. ഓക്കെ അല്ലേ? ആ 2 രീതിയിലുള്ള നെർവ്സിന്റെ പേരാണ് നിങ്ങൾ അടുത്ത പഠിക്കാനായിട്ടുള്ളത്. ദാറ്റ് ഈസ് എഫറന്റ് ഫൈബേഴ്സ് ആൻഡ് ഇഫറന്റ് ഫൈബേഴ്സ് ആണ് പഠിക്കേണ്ടത്. ഇനി ഫസ്റ്റ് വൺ നിങ്ങൾ ശ്രദ്ധിച്ചോ, എഫറന്റ് അല്ലേ. എഫറന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ട് എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് കേട്ടോ. അതായത് നമുക്കുള്ള ബോഡി ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് സിഗ്നൽ കൊണ്ടുപോകുന്ന നെർവ്സ് ആണ് ആരെന്ന് പറഞ്ഞാൽ എഫറന്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? എഫറന്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വേറൊരു പേരാണ് സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സെൻസറി നെർവ്സ് എന്നൊക്കെ നമ്മൾ വിളിക്കും. നമ്മുടെ ബോഡിയിൽ നിന്ന് CNSലേക്ക് സിഗ്നൽ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫറന്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇഫറന്റ് ഫൈബേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച്, അതായത് ബോഡിയിൽ നിന്ന് CNSൽ എത്തിയില്ലേ, ഇനി തിരിച്ച് CNSൽ നിന്ന് ബോഡിയിലേക്ക് കൊണ്ടുവരണ്ടേ? യെസ്. അപ്പൊ CNSൽ നിന്ന് കൺസേൺഡ് ആയിട്ടുള്ള ആ ഒരു ബോഡി ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇഫറന്റ് ഫൈബേഴ്സ്. അതായത് ഇങ്ങോട്ട് എന്ന് ആലോചിച്ചാൽ മതി. ഇവരെ വിളിക്കുന്ന വേറൊരു പേരാണ് മോട്ടോർ ന്യൂറോൺസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിനെ തൊട്ടു എന്ന് വിചാരിച്ചോടാ. അപ്പൊ പെട്ടെന്ന് തന്നെ കൈ വലിക്കണം എന്നുള്ള സിഗ്നൽ ഇപ്പൊ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അവിടുന്ന് ഒരു സാധനം സെൻസ് ചെയ്ത് നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തി. ഇനി ബ്രെയിൻ പറയാണ് കൈ വലിച്ചോ അല്ലെങ്കിൽ സീൻ ആവും എന്ന് പറയാണ്. അപ്പൊ ഈ ഇൻഫർമേഷൻ തിരിച്ചിങ്ങോട്ട് എത്തണ്ടേ, എന്നാലേ കൈ വലിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അതാണ് 2 സിഗ്നൽസ്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും എന്ന് ആലോചിച്ചാൽ മതി. എഫറന്റ് ഫൈബേഴ്സ് എന്താടാ ചെയ്യുന്നത്?
യെസ്, നമ്മുടെ ബോഡിയിൽ നിന്ന് സിഗ്നൽസിനെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് സിഗ്നലിനെ ബോഡിയിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞാൽ ഇഫറന്റ് ഫൈബേഴ്സ്. അപ്പൊ ഇങ്ങോട്ടൊന്ന് ആലോചിച്ചാൽ മതി. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറെന്റ് നെയിംസ് ആയിട്ടുള്ള സെൻസറി ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. ഇതാ ഇവിടെ നോക്കിക്കേടാ, സെൻസറി or ascending nerves transmits impulses from tissue or organs to CNS. ഇപ്പുറത്തെ മോട്ടോർ അല്ലെങ്കിൽ ഡിസെൻഡിങ് നെർവ്സ് എന്താ ചെയ്യുന്നത്, റെഗുലേറ്ററി ഇമ്പൾസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഫ്രം CNS ടു കൺസേൺഡ് പെരിഫറൽ ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂ. അത് തന്നെയാണ് മിസ് ഇവിടെ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ PNSന്റെ ഡിവിഷനിലേക്കാണ് കേട്ടോ നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിന്റെ 2 ക്ലാസിഫിക്കേഷൻ കണ്ടു, CNS ആൻഡ് PNS. പിന്നെ നമ്മൾ ഡിഫറെന്റ് ഫൈബേഴ്സിന്റെ കാര്യം പഠിച്ചു. ഇനി ആ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ 2 കാറ്റഗറിയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആണ്, ദാറ്റ് ഈസ് SNS. കണ്ടോ, SNS ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഈ SNS എങ്ങോട്ടാണ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, അവരെവിടുന്നാണ് നമ്മുടെ CNSൽ നിന്ന് സ്കെലിറ്റൽ മസിലിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണടാ SNS, സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എവിടുന്ന് എങ്ങോട്ടാടാ, CNSൽ നിന്ന് സ്കെലിറ്റൽ മസിലിലേക്ക്. സ്കെലിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, വോളണ്ടറി മസിലാണ്, മൂവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് ഇനിയുള്ളത് ആരാ, ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം ആണ് ANS. അത് നേരെ തിരിച്ചായിരിക്കും. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, യെസ്, തിരിച്ച് നമ്മുടെ എന്താണ് സെയിം ആയിട്ടുള്ള CNSൽ നിന്ന് സ്മൂത്ത് മസിൽസിലേക്ക് നമ്മുടെ ഇമ്പൾസിനെ കൊണ്ടുപോവാം. സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ ഇൻവോളണ്ടറി ഓർഗൻസ് ട്ടോ. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ANS അഥവാ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താടാ, CNSൽ നിന്ന് സ്കെലിറ്റൽ മസിലിലേക്ക് അല്ലെങ്കിൽ വോളണ്ടറി മസിലിലേക്ക്. ഇനി CNSൽ നിന്ന് തിരിച്ചെങ്ങോട്ടാണ്, നമ്മുടെ സ്മൂത്ത് മസിൽസിലേക്ക് ഇമ്പൾസിനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ആരെന്ന് പറഞ്ഞാൽ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ ANS എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 കാറ്റഗറി നിങ്ങൾ പഠിച്ചു. നോക്കിക്കേ, CNS എന്ന് വെച്ചാൽ റിലേ ഇമ്പൾസസ് ഫ്രം CNS ടു സ്കെൽറ്റൽ മസിൽസ് ആണ്. അടുത്തത് ഇവിടെ അതുപോലെ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, യെസ്, നമ്മുടെ ANS എന്താണ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം CNS ടു ഇൻവോളണ്ടറി ഓർഗൻസ് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് ഓഫ് ദ ബോഡി. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ അല്ലേ? പിന്നെ ഇതിൽ വരുന്ന 2 കാറ്റഗറിയാണ് സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം അഥവാ പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിൽ സിമ്പത്തറ്റിക് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. സിമ്പത്തറ്റിക് എന്ന് വെച്ചാൽ നോർമൽ ബോഡി ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. പാരാസിമ്പത്തറ്റിക് എന്ന് വെച്ചാൽ അതിനെതിരെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സിമ്പത്തറ്റിക് ഹാർട്ട് ബീറ്റ് കൂട്ടുമെന്ന് വെച്ചാൽ, അപ്പൊ പാരാസിമ്പത്തറ്റിക് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റിനെ കുറയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ഷൻ വരുന്നത്. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു വിസറൽ നെർവസ് സിസ്റ്റം ഉണ്ടടാ. അത് ആക്ച്വലി നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം അഥവാ PNSന്റെ ഒരു പാർട്ടാണ്. എല്ലാം കൂടി ചേർന്നാണ് വിസറൽ എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഹോൾ കോംപ്ലെക്സ് ഓഫ് നെർവ്സ്, നെർവ് ഫൈബേഴ്സ്, അതേപോലെ ഗാംഗ്ലിയാസ്, അവിടെ നിന്ന് അറൈസ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. പിന്നെ പ്ലെക്സസ് എന്ന് വെച്ചാൽ 2 ന്യൂറോൺസുകൾ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ അല്ലെ. ഇപ്പൊ നമുക്കറിയാം 2 റോഡുകൾ മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ സ്പോട്ടിനെ നമ്മൾ പറയാം അതൊരു ജംഗ്ഷൻ ആണെന്ന് പറയും. അതേപോലെ 2 ന്യൂറോൺസ് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനെയാണ് പ്ലെക്സസ് എന്ന് പറയുന്നത്. ബൈ വിച്ച് ഇമ്പൾസ് ട്രാവൽസ് ഫ്രം CNS ടു വിസറൽ അല്ലെങ്കിൽ വിസറൽ ഓർഗൻസ് ഫ്രം ടു CNS. വിസറൽ ഓർഗൻസ് ഉണ്ടാവില്ല, നോർമൽ ബോഡി ഓർഗൻസ്, അങ്ങോട്ടേക്ക് ഇമ്പൾസിനെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് വിസറൽ ഓർഗൻസ് ടു എന്താണ് CNS. ഇതിന് 2ന്റെയും കൂടി എല്ലാ ഇമ്പൾസ് ട്രാൻസ്മിഷനും എന്തിൽ നടക്കുന്നതാണ്, നമ്മുടെ വിസറൽ നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്നതാണ്. അത് എന്തിന്റെ പാർട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, യെസ്, PNSന്റെ പാർട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും സെറ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ന്യൂറോണിന്റെ മക്കളെ. അതായത് വളരെ ഈസി ആയിട്ട് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ ഇപ്പൊ മിസ് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്നതാണ് അല്ലെ. ഈ ഒരു സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ലേബൽ ചെയ്യാനും ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ന്യൂറോൺ ആണ് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്താണ് എക്സ്ക്രീറ്റർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം. അല്ലെങ്കിൽ കിഡ്നി നമ്മൾ പറയുകയാണെങ്കിൽ തന്നെയും അതിന്റെ ഉള്ളിലുള്ള നെഫ്രോൺസ് ആണ് അല്ലെ. നെഫ്രോൺസ് ആണ് ചെറിയ ബേസിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ. കാര്യം നെഫ്രോൺ കൊണ്ടിട്ടാണ് കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. യെസ്, അതേപോലെ ന്യൂറൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, ന്യൂറോൺസ് ആണ്. ഓക്കെ അല്ലേ? മെയിൻ ആയിട്ട് 3 പാർട്സ് ആണ് ഈ ഒരു ന്യൂറോൺസിന് ഉണ്ടാവുക. അതായത് സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. അതിൽ സെൽ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാടാ മക്കളെ, സെൽ ബോഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഒരു സെൽ ബോഡി, അതിന് നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഇനി അറ്റത്തേക്കുള്ള ഇങ്ങനെ മരച്ചില്ല പോലെയുള്ള സാധനത്തിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്.
പിന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിനെ നമ്മൾ നിസെൽസ് ഗ്രാന്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസ് ആണ് മെയിൻ ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു നിസെൽ ഗ്രാന്യൂൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, സെൽ ബോഡിയുടെ കുറച്ച് ഭാഗത്തും ഉണ്ട്, അതേപോലെ തന്നെ ഡെൻഡ്രൈറ്റിന്റെ കുറച്ച് ഭാഗത്തും ഉണ്ട് അല്ലെ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ അല്ലേടാ. അപ്പൊ അത് കഴിഞ്ഞ് സെൽ ബോഡി എത്തി കേട്ടോ. സെൽ ബോഡീനെ സൈറ്റോൺ, സോമ എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് നെയിംസിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ന്യൂക്ലിയസ്, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ലോങ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടടാ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സോൺ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ആ ലോങ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ ആക്സോൺ. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു സെല്ല് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ഒരു ബ്ലാക്ക് കളർ കൊണ്ട് ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സെൽ. ഇതിനെ നമ്മൾ ഷ്വാൻ സെൽ എന്നാണ് വിളിക്കുന്നത്. ഈ ഷ്വാൻ സെല്ലാണ് ഒരു സാധനം ഫോം ചെയ്യുന്നത്. എന്ത് സാധനം എന്നറിയോ? മൈലിൻ ഷീത്ത്. ഓക്കെ അല്ലേടാ. ഈ ഷ്വാൻ സെൽ ആണ് ആക്ച്വലി ഈ മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതിപ്പോ നിങ്ങളുടെ ആക്സോൺ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഷ്വാൻ സെൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഒരു കവറിങ് ഉണ്ട പോലെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. രണ്ട് സൈഡായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് അത് ഇമാജിൻ ചെയ്യുക. അപ്പൊ ആക്സോൺ ഓക്കെ. ഇനി ഇതിനെ നമ്മൾ എന്താണ് മൈലിൻ ഷീത്ത് എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചില ഏരിയാസ് കാണാം വേർ മൈലിൻ ഷീത്ത് ഈസ് ആബ്സെന്റ് അല്ലേ. ഇവിടെ ഒന്നും എന്തില്ല, മൈലിൻ ഷീത്ത് ഇല്ല. അതായത് ഇവിടെ ഒരു ഒരു ചുറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇവിടെയാണ്. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അതിനെ നമ്മൾ നോഡ് ഓഫ് റൺവീർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആ ഗ്യാപ്പിനെ നമ്മൾ നോഡ് ഓഫ് റൺവീർ എന്നാണ് വിളിക്കുന്നത്. ഇനി ആക്സോണിന്റെ അറ്റത്തിനെ ആക്സോൺ ടെർമിനൽ എന്ന് വിളിക്കും. അതിന്റെ താഴെ ഒരു ബൾബ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അതിനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്നാണ് വിളിക്കുക. ഈ സിനാപ്റ്റിക് നോബിന്റെ ഉള്ളിലാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത് കേട്ടോ. അത് നമ്മൾ സിനാപ്സ് പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പൊ നിങ്ങളിത് ഈ ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചറിനെ നിങ്ങൾ സിനാപ്റ്റിക് നോബ് എന്നാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കൾക്ക് ക്ലിയർ ആയില്ലേ? ഈസി അല്ലേടാ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇവിടെ ഇനി ഓരോ പാർട്സിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെൽ ബോഡി, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് സൈറ്റോൺ എന്ന് പറഞ്ഞാൽ അല്ലെ. നോക്കിക്കേ, അവിടെ സൈറ്റോപ്ലാസം ഉണ്ട്, പിന്നെ ഒരുപാട് ഓർഗനൽസ് ആയിട്ടുള്ള നിസിൽസ് ഗ്രാന്യൂൾസും ഉണ്ട് അല്ലെ നമ്മുടെ സെൽ ബോഡിയിൽ. ഡെൻഡ്രൈറ്റിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കണ്ടോ. ഷോർട്ട് ഫൈബേഴ്സ് ആണ്, അതിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്നതാണ്. അതിന്റെ അകത്തും എന്തുണ്ട്, നിസിൽസ് ഗ്രാന്യൂൾ ഉണ്ട്. ഇനി നോക്കിക്കേ, ഡെൻഡ്രൈറ്റ് റിസീവ്സ് ഇമ്പൾസസ് അറ്റ് സിനാപ്സസ് ആൻഡ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടുവേർഡ്സ് ദ സെൽ ബോഡി. ഇപ്പൊ ഇതാണ് നമ്മുടെ സെൽ ബോഡി എങ്കിൽ ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ നമ്മുടെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ വേറൊരു ന്യൂറോൺ ഉണ്ടെന്ന് വിചാരിച്ചോ. അതായത് ഇപ്പൊ നമ്മൾ 2 ന്യൂറോൺ വരയ്ക്കുകയാണ് കേട്ടോ. 2 ന്യൂറോൺ വരയ്ക്കുകയാണ്. ഇത് അതിന്റെ ആക്സോൺ, ഇത് അതിന്റെ സിനാപ്റ്റിക് നോബ്. ഇവിടെ നിന്ന് അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അഗെയിൻ ഇവിടെ ഒരു ന്യൂറോൺ വരുന്നു. അതേപോലെ തന്നെ ഇവിടെയും അത് സിനാപ്റ്റിക് നോബിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അഗെയിൻ ഇവിടെ വേറൊരു ന്യൂറോൺ വരുന്നു. ഇങ്ങനെ ഇത് പോവല്ലേ. അപ്പൊ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് സാധനം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ വേണ്ടി തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണ് അതിനെ റിസീവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഡെൻഡ്രൈറ്റ് ഇത് റിസീവ് ചെയ്തിട്ട് നേരെ കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ്? ആ സെൽ ബോഡിയിലേക്കാണ് കൊണ്ടുവരുന്നത് അല്ലെ. അതായത് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ പല ബ്രാഞ്ച് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എല്ലാ സ്ഥലത്തുനിന്നും ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നേരെ കൊടുക്കുന്ന ആർക്കാണ്? നമ്മുടെ സെൽ ബോഡിക്കാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടുവേർഡ്സ് ദ സെൽ ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആക്സോൺ എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള സാധനമാണ് അല്ലെ. അപ്പൊ അതൊരു ലോങ് ഫൈബർ ആണ്. അതിന്റെ അറ്റം എന്ന് വെച്ചാൽ ബ്രാഞ്ച്ഡ് ആണ്. ഇനി ഓരോ ബ്രാഞ്ചിന്റെ അറ്റത്തും ഒരു ബൾബ് പോലെയുള്ള സാധനമുണ്ട്. അതിനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നു. അതിന്റെ ഉള്ളിലാണ് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉള്ളത്. ആ സിനാപ്റ്റിക് വെസിക്കിൾസിന്റെ ഉള്ളിലാണ് ആരുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി ആക്സോണിന്റെ ഫംഗ്ഷൻ നോക്കിക്കേ. ദേ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് എവേ ഫ്രം സെൽ ബോഡി. കറക്റ്റ് അല്ലേടാ. ഒരു ന്യൂറോൺ ഇങ്ങനെ ഇരിക്കുക. ഇതാ ന്യൂറോണിന്റെ സെൽ ബോഡി ഭാഗമാണ്. ഇത് സിനാപ്റ്റിക് നോബാന്ന് വെച്ചോ. ഇവിടെ നിന്ന് അത് തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് കൊടുത്തു. അപ്പൊ ആക്സോൺ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ഇമ്പൾസ് എവേ ഫ്രം സെൽ ബോഡി അല്ലേ. ഇവിടെയാണ് അതിന്റെ സെൽ ബോഡി ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഇമ്പൾസ് വന്ന് ഇതിലൂടെ കടന്നു പോവാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അത് അകന്നു പോവല്ലേ ചെയ്യുന്നത്. യെസ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എൻട്രൻസ് എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു സീരിയസ്നെസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പഠിക്കും. ഓക്കെ അല്ലേ? എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആക്സോൺ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് എവേ ഫ്രം സെൽ ബോഡി. പക്ഷെ ഡെൻഡ്രൈറ്റ് എന്താ ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടുവേർഡ്സ് ദ സെൽ ബോഡി. എവേ ടുവേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ. ഓക്കെ അല്ലേ? പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര ആക്സോൺ ഉണ്ട്, എത്ര ഡെൻഡ്രൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ന്യൂറോൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടടാ. അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂണിപോളാർ. യൂണിപോളാർ എന്ന് കേട്ടാൽ തന്നെ അറിയാം അല്ലെ, ഒരൊറ്റ ആളേ ഉള്ളൂ എന്താണെങ്കിലും. അപ്പൊ അവിടെ എന്താണ്? ഒരൊറ്റ ആക്സോണും ഒരൊറ്റ സെൽ ബോഡിയും ഉള്ള ന്യൂറോണിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, അവിടെ ഡെൻഡ്രൈറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരൊറ്റ സെൽ ബോഡിയും ഒരു ആക്സോൺ ഉള്ള ന്യൂറോണിനെയാണ് നമ്മൾ യൂണിപോളാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് യൂഷ്വലി നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിലായിരിക്കും കാണപ്പെടുക. അതായത് നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ,
അതേപോലെ എംബ്രിയോണിക് സ്റ്റേജിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുക. ഇനിയുള്ളത് ബൈപോളാർ ആണ് മക്കളെ. ബൈപോളാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഒരു ആക്സോണും ഉണ്ടാവും, പിന്നെന്താണ്, ഒരു ഡെൻഡ്രൈറ്റും ഉണ്ടാവും. അപ്പൊ അത് എവിടേക്കാണ് കാണപ്പെടുന്നത്? ഒന്ന് നമ്മുടെ റെറ്റിന ഓഫ് ദ ഐയിലാണ് കാണപ്പെടുന്നത്. പിന്നെ നമ്മുടെ ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ് എന്ന് വെച്ചാൽ എന്താണ്, സ്മെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓൾഫാക്ടറി റിസപ്റ്റർ സെൽസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്തത് മൾട്ടിപോളാർ. മൾട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെ, കണ്ടോ, ഒരു ആക്സോണും രണ്ടിൽ കൂടുതൽ എന്താണ് 2 or more ഡെൻഡ്രൈറ്റ്സും അവർക്ക് ഉണ്ടാവും. അതാണ് മൾട്ടിപോളാർ. അത് കാണപ്പെടുന്നത് നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിലാണ് കേട്ടോ. സെറിബ്രൽ കോർട്ടക്സ് എന്താണെന്നുള്ളത് നമ്മൾ ബ്രെയിൻ പഠിക്കുമ്പോൾ എന്ന് തന്നെ പഠിക്കും. അപ്പൊ അതെവിടെ കാണപ്പെടുന്നത്? സെറിബ്രൽ കോർട്ടക്സിലാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ യൂണിപോളാറിന്റെ എക്സാമ്പിൾ പഠിക്കുക, ബൈപോളാറിന്റെ എക്സാമ്പിൾ പഠിക്കുക, മൾട്ടിപോളാറിന്റെ എക്സാമ്പിൾ പഠിക്കുക. അതായത് എവിടേക്കാണ് അത് കാണപ്പെടുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിന്റെ മൂന്നിന്റെ സ്പെഷ്യാലിറ്റി, അതായത് യൂണിപോളാർ എന്ന് പറഞ്ഞാൽ സെൽ ബോഡി ഒരു ആക്സോൺ മാത്രമേ ഉള്ളൂ. ബൈപോളാറിൽ ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും ഉണ്ട്. മൾട്ടിപോളാറിൽ ഒരു ആക്സോണും രണ്ടിൽ കൂടുതൽ എന്തുണ്ട്? ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. ഈ ഡയഗ്രാം വരയ്ക്കാനൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ള സാധനം പഠിച്ചു വെക്കുക. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആക്സോണുകളെ നമ്മൾ 2 ടൈപ്പ് ആക്കുന്നുണ്ടാ. ഇപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്താണ്? ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ആണ് അല്ലെ. ഇപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ന്യൂറോൺസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 രീതിയിലുള്ള ആക്സോൺ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ വരാടാ? ഒന്ന് മൈലിൻ ഷീത്ത് ഉള്ളത്, ഒന്ന് മൈലിൻ ഷീത്ത് ഇല്ലാത്തത്. അങ്ങനെ 2 ആക്സോൺ വന്നൂടെ? 2 പോസിബിൾ അല്ലേ? അതാണ് ഫസ്റ്റ് വൺ മൈലിനേറ്റഡ് ആക്സോൺ ആണ്. രണ്ടാമത്തത് നോൺ മൈലിനേറ്റഡ് ആക്സോൺ ആണ്. ക്ലിയർ ആയോ? 2 രീതിയിലുള്ള ആക്സോൺ ആണ്. മൈലിനേറ്റഡ് ആക്സോൺ ഉണ്ട്, നോൺ മൈലിനേറ്റഡ് ആക്സോൺ ഉണ്ട്. ഇനി മൈലിനേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ, ഷ്വാൻ സെൽസ് നോർമൽ ആയിട്ട് ഇതേപോലെ മൈലിൻ ഷീത്ത് കണ്ടോ, ഇങ്ങനെ അത് ഉണ്ടാവുക. നമ്മുടെ ആക്സോൺ ഇതിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഇതേപോലെയുള്ള ഒരു ചുറ്റലാണ് ഷ്വാൻ സെൽസ് ഉണ്ട്. ഇതാണ് ഷ്വാൻ സെൽസ് കേട്ടോ. ഇങ്ങനെ. അപ്പൊ ഈ ഏരിയനെയാണ് നമ്മൾ നോഡ് ഓഫ് റെൻവീർ എന്ന് പറയുന്നത്. വെയർ എന്താണ്? മൈലിൻ ഷീത്ത് ഈസ് ആബ്സെന്റ്. ഓക്കെ അല്ലേ? അപ്പൊ മൈലിനേറ്റഡ് ആക്സോണിൽ എന്താ ചെയ്യുന്നത്? ഷ്വാൻ സെല്ല് ഇങ്ങനെ ചുറ്റി എന്താണ് ഒരു മൈലിൻ ഷീത്ത് പോലെ സാധനം ഉണ്ടാക്കുന്നു. ഇനി മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ, അത് ലിപ്പിഡ് റിച്ച് ആയിട്ടുള്ള സബ്സ്റ്റന്റ് ആയിരിക്കും. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആണ് അല്ലെ, വിച്ച് ഈസ് ആൻ ഇൻസുലേറ്റർ. അതായത് അത് ഇമ്പൾസിനെയും ഇലക്ട്രിസിറ്റിനെയും ഒന്നിനെയും തന്നെ എന്ത് ചെയ്യുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല. ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഇതല്ലേ ഒരു ന്യൂറോൺ? അപ്പൊ ഇതിവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ന്യൂറോൺ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുക? ഇങ്ങനെയാണ് കേട്ടോ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുക. അതായത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത സ്ഥലത്തൂടെ ഈ നോഡ് ഓഫ് റൺവീലൂടെ മാത്രമേ ഇമ്പൾസ് എന്ത് ചെയ്യുന്നുള്ളൂ? ഇങ്ങനെ ചാടി പോകുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നോഡ് ഓഫ് റൺവീർ എന്താണ്? ഗ്യാപ്പ് ബിറ്റ്വീൻ 2 adjacent മൈലിൻ ഷീത്ത് ആണ്. ഇനി അൺമൈലിനേറ്റഡ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് നമ്മളിപ്പോ പഠിച്ചത് മൈലിനേറ്റഡ് ആണ്. അത് എവിടേക്കാണ് കാണപ്പെടുന്നത്? നമ്മുടെ PNS അല്ലെ, ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സിലാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. ഇനി നമ്മുടെ അൺമൈലിനേറ്റഡ് അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് വന്നു എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഷ്വാൻ സെൽസ് ഉണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2 കേസിലും ഷ്വാൻ സെൽസ് ഉണ്ട്. പക്ഷെ മൈലിനേറ്റഡിന്റെ കേസിൽ എന്താണ്? ആ ഷ്വാൻ സെൽസിന് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അൺമൈലിനേറ്റഡ് അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് കേസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഷ്വാൻ സെൽസ് ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എന്താണ്? മൈലിൻ ഷീത്ത്. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ 2 സ്ഥലത്തും എന്തുണ്ട്? ഷ്വാൻ സെൽസ് ഉണ്ട്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവർക്ക് ഷ്വാൻ സെൽസ് ഉണ്ട്, പക്ഷെ അവർക്ക് മൈലിൻ ഷീത്ത് ഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഇത് കോമൺലി ഓട്ടോണോമസ് അതുപോലെ തന്നെ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം SNS-ലൊക്കെയാണ് കേട്ടോ കാണപ്പെടുന്നത്, കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ദ ഗിവൺ ഫ്ലോ ചാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇപ്പുറത്തുള്ളത് ആരാണ്? പെരിഫറൽ ന്യൂറൽ സിസ്റ്റം ആണ് അല്ലെ. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ ഒരാള് ബ്രെയിനാന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മറ്റേ ആൾ എന്തായിരിക്കും? ഇവിടെ സ്പൈനൽ കോഡ് ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ PNS-നെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. ഇനി അത് കഴിഞ്ഞ് ഇതിന് ANS-നെ തന്നെ പിന്നെയും നമ്മൾ കാറ്റഗറിയിൽ വരുമ്പോൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഇസ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഇത്രയാണ് കേട്ടോ വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പക്ഷേ ഈ ഒരു ഡിവിഷൻ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഡിവിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് അല്ലേ. അതിൽ നോക്കിക്കേടാ, നമ്മളോട് ABCD ലേബിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം A എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സെൽ ബോഡി വിത്ത് ന്യൂക്ലിയസ് നമുക്ക് വേണമെങ്കിൽ കൊടുത്താം. ഇനി B നോക്കിക്കേ, B ലോങ് ഫൈബർ ആണ്, വിച്ച് മീൻസ് എന്താണ്? ആക്സോൺ ആണ് അല്ലെ. ഇനി C എന്ന് പറഞ്ഞാൽ ദ പ്ലേസ് വെയർ മൈലിൻ ഷീത്ത് ഈസ് ആബ്സെന്റ്, വിച്ച് മീൻസ് നോഡ് ഓഫ് റൺവീർ ആണ്. ഇനി D എന്ന് പറഞ്ഞാൽ എന്താണ്?
സിനാപ്റ്റിക് നോബാണ് അല്ലെ. ഇനി നമ്മുടെ യൂണിപോളാറിന്റെയും ബൈപോളാറിന്റെയും ലൊക്കേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. യൂണിപോളാർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ എംബ്രിയോണിക് സ്റ്റേജിലാണ് അല്ലെ കാണപ്പെടുന്നത്. ബൈപോളാർ എവിടെയാണ് കാണപ്പെടുന്നത്? റെറ്റിന ഓഫ് ദ ഐലാണ്. കൂടാതെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? അത് കാണപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു എക്സാമ്പിൾ മാത്രം ആൻസറിൽ കൊടുത്താൽ മതി. യെസ്, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അഫറൻ ന്യൂറോൺസ് ആൻഡ് ഇഫറൻ ന്യൂറോൺസ്. ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ. അഫറൻസ് എന്ന് വെച്ചാൽ, അഫറന്റ് എന്ന് വെച്ചാൽ എന്താണ്? അങ്ങോട്ട്, അതായത് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഓർഗൻസിൽ നിന്ന് CNSലേക്ക് ഇമ്പൾസിനെ കൊടുക്കുന്ന ആൾക്കാരാണ് എഫറൻ ഫൈബേഴ്സ്. ഇഫറന്റ് എന്ന് വെച്ചാൽ എന്താണ്? തിരിച്ച് നമ്മുടെ CNSൽ നിന്ന് കൺസേൺഡ് ആയിട്ടുള്ള ബോഡിക്ക് ഇമ്പൾസിനെ കൊടുക്കുന്ന ആൾക്കാരാണ് ഇഫറന്റ് എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, എഫറൻ ന്യൂറോൺ സെൻസറി ഓർ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ടിഷ്യൂ ഓർ ഓർഗൻസ് ടു CNS. ഇനി ഇഫറന്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അതേ ട്രാൻസ്മിറ്റ് റെഗുലേറ്ററി ഇമ്പൾസസ് ഫ്രം CNS ടു ദ കൺസേൺഡ് പെരിഫറൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ. ഇനി ഇമ്പൾസ് കണ്ടക്ഷനിനെ മൈലിനേറ്റഡ് നെർവ് ഫൈബർ ആൻഡ് അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ, അതിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മൈലിൻ ഷീത്ത് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചാടിയിട്ടാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ ഫാസ്റ്റർ ആയിട്ട് നടക്കും അല്ലേ. മറ്റേത് ഇങ്ങനെ പോകണ്ടേ, കുറച്ച് സമയം എടുക്കില്ലേ. യെസ്, അപ്പൊ ഇമ്പൾസ് കണ്ടക്ഷനിനെ മൈലിനേറ്റഡ് നെർവ് ഫൈബർ ഈസ് ഫാസ്റ്റർ ദാൻ ദ അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അടുത്തത് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സിനെ പറ്റിയിട്ടാണ്. ക്രേനിയൽ നെർവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രെയിനിൽ നിന്ന് റൈസ് ചെയ്യുന്ന നെർവ്സ് ആണ്. സ്പൈനൽ നെർവ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് റൈസ് ചെയ്യുന്ന നെർവ്സ് ആണ്. ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്, ഇനിയുള്ള ടോപ്പിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ഇതെന്ന് പറഞ്ഞാൽ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ബാക്കിയുള്ള ടോപ്പിക് പോലെയല്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പോഴേ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. മിസ് ഇതാ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് മിസ് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ആക്സോൺ ആടാ മക്കളെ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ആക്സോൺ. കുറച്ചും കൂടി തിക്നെസ് കൂട്ടിയിട്ട് വരയ്ക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ആക്സോൺ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ഇനി ഈ ആക്സോണിന് പുറത്തുള്ളതിനെ ഞാൻ ECF എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുക, ECF. ഇനി ആക്സോൺ ഉള്ളിലുള്ളതിനെ ഞാൻ ആക്സോപ്ലാസം എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇപ്പൊ സെല്ലിനുള്ളിലുള്ളതിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നില്ലേ, അതേപോലെ നമ്മുടെ ആക്സോണിനെ ഞാൻ ആദ്യം വരച്ചു. ഇതൊരു ആക്സോൺ ആണ്. ആക്സോണിന് പുറത്തുള്ളതിനെ ഞാൻ ECF എന്ന് മാർക്ക് ചെയ്തു, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇനി ആക്സോണിനുള്ളിലുള്ള ആക്സോണിന്റെ ഉള്ളിലുള്ളതിനെ ഞാൻ ആക്സോപ്ലാസം എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ഇനി അടുത്ത കാര്യമാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. യെസ്, ഈ ECFൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? Na+ ആയിരിക്കും ഉണ്ടാവുക. അതായത് കണ്ടമാനം എന്താണ്? സോഡിയത്തിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. ഇനി നമ്മൾ ആക്സോപ്ലാസത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ എന്താ ഉണ്ടാവുക എന്നറിയോ? അവിടെ K+ ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അവിടെ K+ ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇതേപോലെയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും ഉണ്ടാകും. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസും കൂടി ഉണ്ടാവും. ഓക്കെ ആണോ? പുറത്ത്, അതായത് ആക്സോപ്ലാസത്തിന് പുറത്ത് ECFൽ ഏറ്റവും കൂടുതൽ Na+ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുറത്ത് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? ഇനി ഉള്ളില് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഉള്ളില് K+ ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസും ഉണ്ട്. പക്ഷേ K+നേക്കാളും അധികം ആരായിരിക്കും ഇവിടെ? നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നെറ്റ് ചാർജ് നോക്കുമ്പോൾ ഉള്ളിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു മെംബ്രെയിനെ വരയ്ക്കാൻ പറഞ്ഞാല് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് പുറത്തെന്താണ്? പോസിറ്റീവും ഉള്ളിൽ എന്താണ്? നെഗറ്റീവും. ഓക്കെ ആണോ? ഞാനൊരു ഒരു ആക്സോൺ മെംബ്രെയിനെ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കാം. ഈ ഒരു കണ്ടീഷനെ ഞാൻ വിളിക്കുന്ന പേരാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന്. ഓക്കെ അല്ലേ? പോളറൈസ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പോളറൈസ്ഡ് കണ്ടീഷൻ എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുക. കാര്യം പുറത്തും അകത്തും വേറെ ചാർജാണ്, അതുകൊണ്ടാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം അല്ലെ. നോക്കിക്കേ, ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ്. ന്യൂറോൺസ് വെച്ചാൽ എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന സെൽസ് ആണ്. കാര്യം എന്താണ്? അവരുടെ മെംബ്രെയിൻ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ്. കാര്യം എക്സ്റ്റീരിയറിൽ പോസിറ്റീവ് ചാർജ് ഡ്യൂ ടു Na+ ആണ്, ഉള്ളിലാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇങ്ങനെയുള്ള ഒരു പോളറൈസ്ഡ് മെംബ്രെയിന് മാത്രമേ എന്തോ സ്റ്റിമുലസ് വന്നാലും അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നോർമലി ഒരു മെംബ്രെയിൻ ഇരിക്കുകയാണ്, ചാർജിന്റെ വ്യത്യാസമൊന്നുമില്ല, ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അതിന് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ മെംബ്രെയിൻ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണല്ലോ നമ്മുടെ ആക്സോണിനുള്ളത്. ഓക്കെ അല്ലേ? ദേ ക്യാരി ഇമ്പൾസസ് എവേ ഫ്രം ദ സെൽ ബോഡി. അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകും.
സോഡിയം പൊട്ടാസ്യം പമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അതേപോലെ തന്നെ എന്താണ് സോഡിയം ചാനൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ. ഇനി നോക്കിക്കേ, നമ്മൾ അയോൺ ചാനൽസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ആക്സോൺ മെംബ്രെയിനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മേലെ ഒരുപാട് അയോൺ ചാനൽസ് ഉണ്ടാവും. അതായത് സോഡിയം ചാനൽസ് ഉണ്ട്, പൊട്ടാസ്യം ചാനൽസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് അയോൺ ചാനൽസ് എവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഈ മെംബ്രെയിനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൂടാതെ സോഡിയം പൊട്ടാസ്യം പമ്പും കൂടി എവിടെയുണ്ട്? നമ്മുടെ ഈ ഒരു മെംബ്രെയിനിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതായത് ഒരുപാട് അയോൺ ചാനൽസ് ഉണ്ടാവും. സോഡിയം ചാനൽ ഉണ്ട്, പൊട്ടാസ്യം ചാനൽ ഉണ്ട്. കൂടാതെ സോഡിയം പൊട്ടാസ്യം പമ്പും കൂടി എവിടെ ഉണ്ടാവും എന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു മെംബ്രെയിന് മേലെ ഉണ്ടാകും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അയോൺ ചാനൽസിന്റെ കാര്യമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. Different type of ion channels are present in the neuronal membrane which transport ions into and outside of the neuronal membrane എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ റെസ്റ്റിംഗ് ന്യൂറോണെ പറ്റി പഠിക്കാൻ പോകുന്നത്. റെസ്റ്റിംഗ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പണിയും ചെയ്യാണ്ടിരിക്കുന്ന ന്യൂറോൺ. നിങ്ങളിപ്പോ ചെയ്യുന്ന പോലെ ഒരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, റെസ്റ്റിംഗ് ന്യൂറോൺ. വെറുതെ പറഞ്ഞാണ് കേട്ടോ. റെസ്റ്റിംഗ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പണിയും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന ന്യൂറോൺ. ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ന്യൂറോൺ എപ്പോഴും എന്താണ്? ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതായത് പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്, ആ ഒരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക റെസ്റ്റിംഗ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. റെസ്റ്റ് എടുക്കുന്ന ന്യൂറോൺ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും അവരുടെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും അവരുടെ പൊളാരിറ്റി ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർക്കാണെങ്കിൽ സോഡിയത്തിന്, ഇങ്ങനെ ഇരിക്കുന്ന മെംബ്രെയിൻ ആണെങ്കിൽ ഇവർക്ക് സോഡിയത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം. അപ്പൊ എന്ത് ചെയ്താലും ഈ പുറത്തുള്ള സോഡിയത്തിന് അവർ എന്ത് ചെയ്യില്ല? ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല. ECFലുള്ള സോഡിയത്തിന് ഒരു കാരണവശാലും ആക്സോപ്ലാസ്റ്റിലേക്ക് കയറ്റില്ല. പക്ഷേ പൊട്ടാസ്യത്തിന്റെ കാര്യത്തിൽ വളരെ ലിബറലാണ്. പൊട്ടാസ്യത്തിന് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോവാം, എപ്പോൾ വേണമെങ്കിലും അകത്തേക്ക് വരാം. അങ്ങനെ ഒരു കണ്ടീഷനാണ് കേട്ടോ. അതായത് സോഡിയത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടെ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റില്ല. പക്ഷെ പൊട്ടാസ്യത്തിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും വരാം. നോക്കിക്കേ, a neuron is said to be resting when it is not conducting an impulse. കേട്ടോ, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ അതിനെ റെസ്റ്റിംഗ് ന്യൂറോൺ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റില് ന്യൂറോൾ മെമ്പറൈൻ കണ്ടോ പോളറൈസ്ഡ് ആയിരിക്കും. അതായത് പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്. കണ്ടോ, എക്സ്റ്റീരിയറിൽ പോസിറ്റീവ് ചാർജും ഇന്റീരിയറിൽ നെഗറ്റീവ് ചാർജും. എന്തൊക്കെ കൊണ്ടാണ് ഈ ഒരു പൊളാരിറ്റി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയോൺസ് ഇൻ ആക്സോപ്ലാസം ആൻഡ് ECF അല്ലേ. കണ്ടോ, പുറത്ത് സോഡിയം കൂടുതലായതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ്, ഉള്ളിൽ K+ ഉണ്ട്, പക്ഷെ നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് കൂടുതലായതുകൊണ്ടാണ് ഉള്ളിൽ നെഗറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വന്നത്. പിന്നെ എന്താണ്? സെലക്റ്റീവ്ലി പെർമിബിൾ നേച്ചർ ഓഫ് ന്യൂറോണൽ മെമ്പറൈൻ. കണ്ടോ, അതായത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. പൊട്ടാസ്യത്തിനെ കണ്ടമാനം അത് പുറത്തേക്ക് വിടും. കാര്യം പൊട്ടാസ്യം പോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാര്യം ഉള്ളിൽ നെഗറ്റീവ് ചാർജ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ അത് എന്താ ചെയ്യുന്നതെന്നറിയോ? സോഡിയത്തിന് ഒരു കാരണവശാലും ഉള്ളിലേക്ക് കടത്തി വിടില്ല. നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടില്ല. ആകെ K+ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്, അകത്തേക്ക് കയറ്റുന്നുണ്ട്. കാര്യം മനസ്സിലായോ? പുറത്തുനിന്ന് Na+ ഏത് നിമിഷം ഉള്ളിൽ കയറി എന്താ സംഭവിക്കാന്നറിയോ? പുറത്തുള്ള പോസിറ്റീവ് ചാർജ് കുറയുകയും പുറത്ത് നെഗറ്റീവ് ആകുകയും ചെയ്യും അല്ലേ. അപ്പൊ ഇതിനെ എഫക്ട് ചെയ്യും. കാര്യം ഉള്ളിൽ നെഗറ്റീവ് ആണുള്ളത്, പുറത്തും നെഗറ്റീവ് ആയി പോകും. യെസ്. അതേപോലെ ഉള്ളിൽ നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ ആണ് മെയിൻ. അവരുടെ ചാർജ് കൊണ്ടാണ് ഇതിന് നെറ്റ് വെയിറ്റ് എപ്പോഴും കൂടിയിരിക്കുന്നത്. അവിടെ K+ ഉള്ളിൽ പോയാൽ എന്ത്, പുറത്ത് വന്നാൽ എന്ത് എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ, അതായത് പോളറൈസ്ഡ് സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കില്ല? Na+ ഒരിക്കലും ഉള്ളിൽ വരില്ല. അതേപോലെ തന്നെ നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസിന് ഒരിക്കലും പുറത്തേക്ക് വിടില്ല. K+ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരും ഒക്കെ ചെയ്യും. ഓക്കെ അല്ലേ? യെസ്. നോക്കിക്കേ, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ആക്സോണൽ മെമ്പറൈൻ ഈസ് കമ്പാരിറ്റീവ്ലി മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം. കണ്ടോ, നമ്മൾ അവിടെ എന്താണ് എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് എൻലി ഈസ് പെർമിയബിൾ ടു വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിന് അതിന് പുറത്തേക്ക് പോകാനുള്ളൊരു ഒരു ചാൻസ് അവിടെ ഉണ്ട്. യെസ്. ആൻഡ് നിയർലി ഇംപെർമിയബിൾ ടു സോഡിയം. സോഡിയത്തിന് എന്ത് ചെയ്താൽ എന്ത് ചെയ്യില്ല? ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ന്യൂറോണൽ മെമ്പറൈൻ ഈസ് ഇംപെർമിയബിൾ ടു നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ ഓൾസോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, അങ്ങനെ പൊട്ടാസ്യം മാത്രം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. പൊട്ടാസ്യം പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ അവിടെ ഒരു പൊളാരിറ്റിക്ക് ചേഞ്ച് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അതായത് കുറച്ച് പൊട്ടാസ്യം ഒക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ പൊട്ടാസ്യം വിചാരിക്കുകയാണ്, എനിക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോവാം, എനിക്ക് തിരിച്ച് കയറണമെന്നില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുകയാണെങ്കിൽ പൊട്ടാസ്യം ഒരുപാട് പോയാലും പ്രശ്നമാണ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മെംബ്രെയിൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, അവിടെ സോഡിയം ചാനൽസും പൊട്ടാസ്യം ചാനൽസും ഉള്ള പോലെ തന്നെ സോഡിയം പൊട്ടാസ്യം പമ്പും കൂടി അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? നോക്കിക്കേ, സിൻസ് K+ ions continuously diffuse from the axoplasm to ECF during the resting state, the amount of positively charged ions in the axoplasm and the ECF has to be regulated to maintain polarity. കണ്ടോ, K+ ഫുള്ള് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, അകത്തേക്ക് കയറുന്നില്ല. അപ്പൊ എന്താണ്? അവിടെ ഒരു പൊളാരിറ്റി ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ.
സോഡിയം പൊട്ടാസ്യം പമ്പാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതെന്താണ്, അതൊരു ATP പവേർഡ് പമ്പാണ്, അതായത് എനർജി റിക്വയർമെന്റ് വേണ്ട ഒരു പമ്പാണ്. പമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എനർജി വേണം അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ മോട്ടർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, താഴേന്ന് വെള്ളം മേലേക്ക് അടിക്കുകയാണ്, അത് എനർജി യൂസ് ചെയ്തിട്ടാണ്, അല്ലാണ്ട് ഒരിക്കലും എന്താണ് താഴേന്ന് വെള്ളത്തിന് മേലേക്ക് കയറ്റാൻ പറ്റില്ല അല്ലെ, എനർജി യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. യെസ്, പക്ഷെ അതിന്റെ പമ്പിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 3 Na+ outwards into the ECF for 2 K+ ion into the exoplasm. അതായത് എന്താണ്, 3 Na+ പുറത്തേക്ക് വിടുകയാണെങ്കിൽ 2 K+ ഉള്ളിലേക്ക് കയറണം. 3 Na+ ഔട്ട് 2 K+ ഇൻ. Na+ എങ്ങനെയാ പുറത്തേക്ക് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഈ ഒരു Na+ K+ പമ്പിന്റെ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. 3 Na+ ഔട്ട്സൈഡ് 2 K+ ഇൻസൈഡ്, ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഈ റേറ്റിൽ മാത്രമേ അത് പമ്പ് ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. ഇനി Na+ K+ പമ്പ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി ഡ്യൂറിംഗ് ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് റെഗുലേറ്റ് ദ പൊളാരിറ്റി. കണ്ടോ, നമ്മൾ റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും, എന്നാൽ മാത്രമേ ആ പൊളാരിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ്. ഒന്നുമില്ലടാ, റെസ്റ്റിൽ ഇരിക്കുന്ന മെംബ്രെയിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കിക്കേ, ദി ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റിംഗ് അക്രോസ് ദ ന്യൂറോണൽ മെംബ്രെയിൻ അറ്റ് ഇറ്റ്സ് പോളറൈസ്ഡ് സ്റ്റേറ്റ് അല്ലെ. പോളറൈസ്ഡ് സ്റ്റേറ്റിൽ, അതായത് പുറത്ത് പ്ലസ് അകത്ത് മൈനസ് ഇരിക്കുന്ന സ്റ്റേറ്റിൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മെംബ്രെയിനിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇനി ഇതെല്ലാം തകൃതം മറയാൻ പോകുന്നത് എപ്പോഴാണെന്നറിയോ, സ്റ്റിമുലസ് വരുമ്പോഴാണ്. അതായത് ഞാനിപ്പോ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചോ കേട്ടോ. ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചോ. അതായത് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പ്ലസ് മൈനസ് നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ്, പോളറൈസ്ഡ് മെംബ്രെയിൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ. റെസ്റ്റിംഗ് മെംബ്രെയിന്റെ സമയത്ത് ഇത് പെർമിയബിൾ ടു K+ ആയിരിക്കും, പക്ഷേ ഇംപെർമിയബിൾ ടു Na+ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആയിരിക്കും. യെസ്, സ്റ്റിമുലസ് വന്നു. അപ്പൊ ഞാൻ മെംബ്രെയിന്റെ ഒരു ഭാഗം എടുത്തു, ഇതിനെ ഞാൻ A പോർഷൻ അല്ലെങ്കിൽ A എന്ന് ഞാൻ മാർക്ക് ചെയ്തു കേട്ടോ. സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ, അതായത് ആദ്യം ആരെ കണ്ടുകൂടാ, നമ്മുടെ ആക്സോപ്ലാസം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആക്സോണിന് സോഡിയത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്ത് ചെയ്താൽ നീ എന്റെ ഉള്ളിലേക്ക് കയറണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് സ്റ്റിമുലസ് വന്നു അല്ലെ, ഒരു ചേഞ്ച് അവിടെ സംഭവിച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള സോഡിയം ചാനൽസ് അങ്ങോട്ട് ഓപ്പൺ ആയി. സോഡിയം ചാനൽസ് ഓപ്പൺ ആയാൽ എന്താണ് സംഭവിക്കുന്നത്, സോഡിയം ചാനൽസ് ആരെ ഫേവർ ചെയ്തിട്ടുള്ളതാ, സോഡിയത്തിനെ ഫേവർ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, പുറത്ത് നിന്ന് സോഡിയം ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ക്ലിയർ ആയോ? ഒന്നും കൂടി ശ്രദ്ധിച്ചോ. നോർമലായിട്ട് റെസ്റ്റിലിരിക്കുന്ന മെംബ്രെയിൻ ആയിരുന്നു, അവർക്ക് സോഡിയത്തിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പെട്ടെന്നാണ് സ്റ്റിമുലസ് വരുന്നത്. സ്റ്റിമുലസ് വന്ന് അവിടെ ആകെ മാറി. ഓക്കെ അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത്, സോഡിയം ചാനൽ ഓപ്പൺ ആവുകയും അതിന്റെ ഉള്ളിൽ കൂടി പുറത്തുനിന്നുള്ള Na+ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? പുറത്തുനിന്ന് സോഡിയം ഉള്ളിലേക്ക് വരികയാണ്. സോഡിയം ഉള്ളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പോസിറ്റീവ് ചാർജ് കുറയുകയും അവിടെ നെഗറ്റീവ് അധികമാവുകയും ചെയ്യുകയാണ്. കറക്റ്റ് അല്ലേ? പോസിറ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവിടെ നെഗറ്റീവ് ചാർജ് കൂടുക. ഇനി ഉള്ളിൽ K+ ഓൾറെഡി ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ് പ്രോട്ടീൻസ് ഉണ്ട്, അതിന്റെ കൂടെ അഗെയിൻ പ്ലസ് ചാർജ് വരികയാണ്. അപ്പൊ പൊട്ടാസ്യവും സോഡിയത്തിന്റെ പ്ലസും കൂടി ഉള്ളിൽ പോസിറ്റീവും പുറത്ത് നെഗറ്റീവും ആയി മാറി. ഇതൊരൊറ്റ പോയിന്റിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ എയിലേക്കാണ് സ്റ്റിമുലസ് വരുന്നതെങ്കിൽ എയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? നോക്കിക്കേ, കണ്ടോ, പുറത്ത് നെഗറ്റീവ് ഉള്ളിൽ പോസിറ്റീവ് ആയി. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീപോളറൈസേഷൻ എന്ന്. ഓക്കെ ആണോ? ഡീപോളറൈസേഷൻ. പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരുന്നു, നേരെ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സോ ഇറ്റ് ഈസ് ഡീപോളറൈസ്ഡ്. ആ മെംബ്രെയിനെ നമ്മൾ ഡീപോളറൈസ്ഡ് മെംബ്രെയിൻ എന്ന് വിളിക്കും. ആ പ്രോസസ്സിനെ നമ്മൾ ഡീപോളറൈസേഷൻ എന്നാണ് വിളിക്കുക. ക്ലിയർ ആയേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയേ? ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പോയിന്റ് ആണ്. അവിടെ പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് പോസിറ്റീവ് ഉള്ളിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. പക്ഷെ എക്ക് ഇങ്ങനെ വന്ന സമയത്ത് ബിക്ക് ഒരു അതിയായ ആഗ്രഹം, എനിക്കും എനെ പോലെ തന്നെ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ട, എനിക്ക് എനെ പോലെ തന്നെ ആവണം. അങ്ങനെയാണല്ലോ, നമ്മൾ തൊട്ടടുത്തുള്ള ഒരാൾ കാറ് വാങ്ങി അപ്പോഴേ തന്നെ നമുക്ക് എനിക്കൂടെ ഒരു കാറ് വാങ്ങായിരുന്നു എന്നൊരു ആഗ്രഹമില്ലേ. അപ്പൊ ഇവര് രണ്ടുപേരും നൈബേഴ്സ് ആണ്, എയും ബിയും നൈബേഴ്സ് ആണ്. അപ്പൊ എ എന്ത് ചെയ്യുന്നു അത് തന്നെ ബിക്കും ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഉള്ളിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല് ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ചാർജ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേടാ? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യും. പുറത്തെന്താ സംഭവിക്കുക? യെസ്, പുറത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാർജ് മൂവ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ പോസിറ്റീവ് ആകുന്നു, ഇവിടുന്ന് പോസിറ്റീവ് അങ്ങോട്ട് പോകുമ്പോ ഇവിടെ നെഗറ്റീവ് ആകുന്നു. വിച്ച് മീൻസ് അത് ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? നോക്കിക്കേടാ, നമ്മുടെ ആദ്യം മെംബ്രെയിൻ എങ്ങനെയാണോ ഇരുന്നത്, പുറത്ത് പോസിറ്റീവ് ഉള്ളിൽ നെഗറ്റീവ് അല്ലെ, ആ കണ്ടീഷൻ തന്നെ ഇവിടെ ഉള്ളത് അല്ലെ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീപോളറൈസേഷൻ. അതായത് ആദ്യം പോളറൈസ്ഡ് മെംബ്രെയിൻ ആയിരുന്നു, നോർമൽ. അങ്ങോട്ട് സ്റ്റിമുലസ് വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി ചാർജ്, ദാറ്റ് ഈസ് ഡീപോളറൈസേഷൻ. അതിനുശേഷം തിരിച്ച് ബാക്ക് ടു നോർമൽ വന്നു അല്ലെ. അതായത്
പുറത്ത് പോസിറ്റീവ് ഉള്ളിൽ നെഗറ്റീവ് ഉള്ള കണ്ടീഷനിലേക്ക് വന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീപോളറൈസ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ പോളറൈസ്ഡ് മെംബ്രെയിൻ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അതാണ് റീപോളറൈസേഷൻ. യെസ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ? യെസ്. ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കിക്കേ, വെൻ എ സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് അറ്റ് എ പോയിന്റിൽ കൊടുക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? സൈറ്റ് റെസ്പോൺസ് ടു സ്റ്റിമുലസ് ബൈ ഓപ്പണിംഗ് Na+ ചാനൽ. കണ്ടോ? സോഡിയം ചാനൽ അവിടെ ഓപ്പൺ ചെയ്തു. അപ്പൊ സോഡിയം ഉള്ളിലേക്ക് കയറുകയും ഈസ് നൗ ഫ്രീലി പെർമിബിൾ ടു സോഡിയം ആണ്. അങ്ങനെ സോഡിയം കൂടി എന്താ സംഭവിക്കുന്നത്? പൊളാരിറ്റി മാറി. കണ്ടോ? പൊളാരിറ്റി റിവേഴ്സൽ ഒക്കേഴ്സ് അറ്റ് എ. ഔട്ടർ സർഫസിൽ നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവും ആയിട്ട് മാറുന്നു. കണ്ടോ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കണ്ടോ? Thus the polarity of A is reversed and hence site A is depolarized. Depolarized എന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ ആണ് അതിന് ഡീപോളറൈസേഷൻ സംഭവിക്കുന്നത്. ഇനി ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ ന്യൂറോൺ അറ്റ് സൈറ്റ് എ. അതായത് ഡീപോളറൈസ്ഡ് സ്റ്റേജിലുള്ള ആ ഒരു മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? നോർമലി ഒരു മെംബ്രെയിൻ ഇരിക്കുകയാണെങ്കിൽ പോളറൈസ്ഡ് സ്റ്റേറ്റ് റെസ്റ്റിംഗ് മെംബ്രെയിൻ ആണ്. സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ അത് ഡീപോളറൈസ്ഡ് ആയി. അപ്പോൾ ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താണ്? നെർവ് ഇമ്പൾസ്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ കണ്ടക്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. വെൻ എ ത്രെഷോൾഡ് സ്റ്റിമുലസ് ഈസ് അപ്ലൈഡ് അറ്റ് സൈറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്താൽ പോരാ. ത്രെഷോൾഡ് അതായത് മിനിമം എമൗണ്ട് ഓഫ് സ്റ്റിമുലസ് അപ്ലൈ ചെയ്താൽ മാത്രമേ ചേഞ്ച് നടക്കുള്ളൂ. എക്സാമ്പിൾ, യെസ്, ഇതൊരു സാനിറ്റൈസർ ബോട്ടിൽ. ഇതിനെ ഞാൻ ഇങ്ങനെ തള്ളി, അത് നീങ്ങില്ല. ഇതിനെ ഞാൻ ഇങ്ങനെ തള്ളി, അത് നീങ്ങി അല്ലേ? അത് നീങ്ങി. അതേ സംബന്ധിച്ച് എന്താണ്? ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ അത് മൂവ് ചെയ്യില്ല. അപ്പൊ ഇതിനെ മൂവ് ചെയ്യിക്കാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു ത്രെഷോൾഡ് ഫോഴ്സ് ഉണ്ട്. ഒരു മിനിമം എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഇത് നീങ്ങുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അതിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, കെമിസ്ട്രിയിൽ പഠിച്ച ത്രെഷോൾഡ് ഫ്രീക്വൻസി ഒക്കെ നിങ്ങൾ പഠിച്ചാലേ. യെസ്. ത്രെഷോൾഡ് എനർജി. യെസ്. ഒരു ത്രെഷോൾഡ് സ്റ്റിമുലസ് കൊടുത്താൽ മാത്രമേ ഇതിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കണ്ടോ? അപ്പൊ സൈറ്റ് എയിൽ എന്താ സംഭവിക്കുക? ഡീപോളറൈസ്ഡ് ആവുന്നു. കാര്യം ഇന്റീരിയർ പോസിറ്റീവും എക്സ്റ്റീരിയർ നെഗറ്റീവും ആവും. പിന്നെ സൈറ്റ് ബി ഉണ്ടല്ലോ, എന്റെ തൊട്ടടുത്തുള്ള, അവർക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ആ ചാർജ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പൊ അതെന്താണ്? ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, പുറത്തുനിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ സൈറ്റ് ബിയിൽ എന്താ സംഭവിക്കുന്നത്? നേരെ തിരിഞ്ഞു ചാർജ്. യെസ്. ഇനി നോക്കിക്കേ, സിൻ സൺലൈറ്റ് ചാർജസ് അട്രാക്ട് പോസിറ്റീവ് അയോൺസ് മൂവ് ഫ്രം ഇന്റീരിയർ ഓഫ് സൈറ്റ്. കണ്ടോ? പോസിറ്റീവ് അയോൺ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്തത്. നെഗറ്റീവ് പുറത്ത് എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. ഇങ്ങോട്ടാണ്. എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ചാർജ് മൂവ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഇത് അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഔട്ടർ സർഫസിൽ കറണ്ട് പുറത്തുനിന്ന് അകത്തേക്കും, ഉള്ളിലാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. A to B. ഉള്ളിൽ A to B, പുറത്ത് B to A ആണത് മൂവ് ചെയ്യുക, പോസിറ്റീവ് ചാർജ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എൻറ്റയർ ലെങ്ത് ഓഫ് ദ ആക്സോൺ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി റീപോളറൈസേഷൻ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചേ, വെൻ സ്റ്റിമുലേറ്റഡ് സൈറ്റ്സ് ബിക്കം ഫ്രീലി പെർമിബിൾ ടു Na+ ആണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ Na+ എത്ര സമയം ഉള്ളിൽ കയറിയിരിക്കും? അതൊരു ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എഗെയിൻ നമ്മൾ മെംബ്രെയിൻ എന്ത് ചെയ്യണം? പോളറൈസ്ഡ് സ്റ്റേറ്റിലേക്ക് ആക്കിയാൽ മാത്രമേ ഇനിയും സ്റ്റിമുലസ് വരുള്ളൂ. കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ സോഡിയം കയറുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ K+ന്റെ പെർമിബിലിറ്റി കൂടുക ചെയ്യുന്നത്. അതായത് വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് K+ പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെ നമ്മുടെ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെ റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് പുതിയൊരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതും കൂടി ശ്രദ്ധിച്ചോ. Na+, K+ പമ്പ് എന്താ ചെയ്യുന്നത്? പൊളാരിറ്റി റെഗുലേറ്റ് ചെയ്യുന്നു. ഇനി Na+ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴാണ് ഡീപോളറൈസേഷൻ ഉണ്ടാകുന്നത്. പുറത്തേക്ക് K+ പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റീപോളറൈസേഷൻ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായും ശക്തമായും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്. ഈസി, ടഫ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എന്താണ്, നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. വേറെ അതിൽ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഡിഫൈൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ആൻഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അല്ലെ? ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് മെംബ്രെയിൻ റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. ഡീപോളറൈസേഷന് ശേഷമുള്ളതിനെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. നോക്കിക്കേ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റിംഗ് അക്രോസ് ന്യൂറോണൽ മെംബ്രെയിൻ അറ്റ് ഇറ്റ്സ് പോളറൈസ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? യെസ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുക? Na+ ഇംപെർമിബിൾ ആയിരിക്കും, K+ മോർ പെർമിബിൾ ആയിരിക്കും. ഇനി നമ്മുടെ സൈറ്റ് എന്റെ ഡീപോളറൈസേഷന് ശേഷമുള്ളതിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള സമയത്ത് സോഡിയം ചാനൽ ഓപ്പൺ ആവുകയും കൂടുതൽ സോഡിയം ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? യെസ്.
അടുത്തൊരു ഡയഗ്രാം നോക്കിക്കേടാ. ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ ആക്സോൺ ഇസ് ഗിവൺ. എങ്ങനെയാണിത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ന്യൂറോൺ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിനെ നമ്മൾ പോളറൈസ്ഡ് കണ്ടീഷൻ ആണ് വിളിക്കുക. ഇനി ഞാനൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ആ മെംബ്രെയിൻ പെർമിബിൾ ടു Na+ ആവുന്നത്. അപ്പോൾ കൂടുതൽ Na+ ഉള്ളിലേക്ക് വരികയും പൊളാരിറ്റി മാറുകയും ചെയ്യുന്നു. അങ്ങനെ പുറത്ത് അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവായിട്ട് മാറുന്നു. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനെ എഴുതേണ്ടത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേടാ. ഐഡന്റിഫൈ ദ ബിലോ സ്റ്റേജസ് ഓഫ് നെർവ് ഇമ്പൾസ് കണ്ടക്ഷൻ. യെസ്. നെയിം ദ അയോൺസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ് ആണ്. അതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളോട് ഈ സ്റ്റേജസ്, ഫസ്റ്റ് വൺ എന്താണ്? പോളറൈസ്ഡ് സ്റ്റേറ്റ് ആണ് അല്ലെ? പുറത്ത് പോസിറ്റീവ് ഉള്ളിൽ നെഗറ്റീവ്. യെസ്, പോളറൈസേഷൻ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. സെക്കൻഡ് വൺ നേരെ തിരിഞ്ഞു, കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇനി നെയിം ദ അയോൺസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. Na+ഉം K+ഉം തന്നെ അല്ലെ? ഇനി എങ്ങനെയാണ് ഹൗ RMP ഈസ് മെയിൻറ്റൈൻഡ്? RMP എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ ആണ്. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? റീപോളറൈസേഷൻ കാരണമാണ് തിരിച്ചത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ? അതായത് സോഡിയം ഉള്ളിൽ കയറിയത് ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. തിരിച്ച് K+നെ പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ ആ തിരിച്ചൊരു എന്താണ് പോളറൈസേഷൻ സ്റ്റേറ്റിലേക്ക് അത് പോവുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ മക്കളെ, രണ്ട് ന്യൂറോണുകളുടെ ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. കൂടുതൽ നമുക്ക് പറയാം. അതിന് മുന്നേ നോക്കിക്കേ, ദ സൈറ്റ് വെയർ ടു ന്യൂറോൺസ് മീറ്റ്. രണ്ട് ന്യൂറോണുകൾ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് സിനാപ്സ്. ഇനി ഒരു സ്ഥലത്ത് നിന്ന് ഒരു ന്യൂറോണിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി അത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് പോകും. അത് സിനാപ്സ് കൂടിയാണ് പോകുന്നത് അല്ലെ? അതായത് ഇവിടെ ഇപ്പൊ ഒരു ന്യൂറോൺ വരച്ചു കഴിഞ്ഞാൽ ആ ന്യൂറോണിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് തൊട്ട് ഇവിടെ ഒരു ന്യൂറോൺ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു സിനാപ്സിൽ എന്തൊക്കെ വരാം? അതായത് ഈ ഒരു മെംബ്രെയിൻ വരൂ അല്ലെ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. അതായത് ഈ ഒരു ഭാഗമാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? സിനാപ്സ്. അപ്പോ ഇതിന് മുന്നേ ഉള്ളതിനെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ എന്നാണ് നമ്മൾ പറയാം. അതായത് നമ്മുടെ ഫസ്റ്റ് ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിന്റെ ഭാഗമായിരിക്കും. അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിന്റെ ഭാഗമായിരിക്കും അടുത്തതെന്ന് പറഞ്ഞാൽ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറി. ഓക്കെ അല്ലേ? പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ടാവും, ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, അങ്ങനെയാണ് ഉണ്ടാവുക. നോക്കിക്കേ, ഒരു സിനാപ്സ് എന്ന് പറഞ്ഞാൽ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ടാവും, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പൊ ഞാൻ സിനാപ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും സിനാപ്റ്റിക് ക്ലഫ്റ്റും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും കൂടെ കൂടുമ്പോഴാണ് സിനാപ്സ് ആവുന്നത്. ഇനി എന്താണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് ചോദിച്ചാൽ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിന്റെയും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും സിനാപ്സും സിനാപ്റ്റിക് ക്ലഫ്റ്റും സെയിം അല്ലേ എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്താ ചെയ്യുന്നത്? ന്യൂറോൺ ദാറ്റ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് അറ്റ് ദ സിനാപ്സ് അല്ലെ, അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. പോസ്റ്റ് എന്താ ചെയ്യുന്നത്? അതിനെ റിസീവ് ചെയ്യുക. ഒരാൾ കൊണ്ടുവരുന്നു, ഒരാൾ റിസീവ് ചെയ്യുന്നു. അപ്പൊ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ് കൊണ്ടുവരുന്നതെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആണ് അതിനെ കൊണ്ടുപോകുന്നത്. അത്രയേ ഉള്ളൂ. രണ്ട് രീതിയിലുള്ള സിനാപ്സ് ആണുള്ളത്. ഇലക്ട്രിക്കലും ഉണ്ട്, അതേപോലെ കെമിക്കലും ഉണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ രണ്ട് രീതിയിലുള്ള സിനാപ്സുകളെ പറ്റിയാണ്. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇത് നമ്മുടെ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബാണ്. ഇത് നമ്മുടെ അടുത്ത ന്യൂറോണിന്റെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണെന്ന് വിചാരിച്ചോ. ഇവർക്കിടയിൽ എന്തുണ്ടാവില്ല? സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. രണ്ടുപേരും എന്താ ഇങ്ങനെ അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്, ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരിക്കും ഇരിക്കുന്നത്. നോക്കിക്കേ, ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ദ പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി. കണ്ടോ? അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും ട്രാൻസ്മിഷൻ നടക്കുക അല്ലെ? പെട്ടെന്ന്, അതായത് ഇവിടെ ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പൊ ഈ ഗ്യാപ്പിലൂടെ ട്രാവൽ ചെയ്യേണ്ട സമയം അവിടെ ലാഭമാണ്. പെട്ടെന്ന് ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ എന്ത് വേണ്ട? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണ്ട അല്ലെ? നോർമലി കെമിക്കൽ സിനാപ്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയും ഒരു ന്യൂറോണിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആവുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ന്യൂറോണിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ കേസിൽ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ ആവശ്യം വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, പക്ഷെ ഇത് വളരെ റെയർ ആണ് കേട്ടോ. ഹ്യൂമൻ സിസ്റ്റത്തിൽ വളരെ റെയർ ആണ്. ഇനി നോക്കിക്കേ, ഈ ഒരു ട്രാൻസ്മിഷൻ, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ സിനാപ്സിലുള്ള ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരൊറ്റ ആക്സോണിലൂടെയുള്ള കണ്ടക്ഷന് സിമിലർ ഇമ്പൾസ് കണ്ടക്ഷന് സിമിലർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ നേരെ കെമിക്കൽ സിനാപ്സിലേക്ക് പോകുമ്പോൾ ഈ ഡയഗ്രാം അവിടെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. ഇതിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് ലേബൽ ചെയ്യാൻ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഇത് നമ്മുടെ സിനാപ്റ്റിക് നോബാണ് കേട്ടോ.
ഇത് നമ്മുടെ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നിന്ന് സ്റ്റിമുലസ് വന്നപ്പോ ഇതിന്റെ ഉള്ളിൽ സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഉള്ളിലാണ് ആരുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. കണ്ടോ, ഇത് നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിൾ ആണ്, അതിന്റെ ഉള്ളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റിമുലസ് വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ വന്നിട്ട് ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് വന്നിട്ട് ഈ പ്രീ സിനാപ്റ്റിക് മെമ്പറിന്റെ അടുത്ത് പോയി ഇടിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ ഉള്ളിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇങ്ങോട്ട് റിലീസ് ആവും. ഇതിനെയാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ തൊട്ടടുത്ത പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറിന്റെ മേലെ കുറെ റിസപ്റ്ററിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസപ്റ്റേഴ്സ് അവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, നമ്മുടെ സിനാപ്റ്റിക് ക്ലഫ്റ്റിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിസപ്റ്റർ നേരെ പോയിട്ട് എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഇതിനെ എടുക്കൂല്ലേ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എടുക്കും. എന്നിട്ട് ഇത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നു, ആക്സോണിലേക്ക് കൊടുക്കുന്നു, അതങ്ങനെ പോകും. ഇതാണ് ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ലേബൽ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ്. കണ്ടോ, സിനാപ്സ് എന്ന് പറഞ്ഞാൽ പ്രീ സിനാപ്റ്റിക് മെമ്പറൈനും സിനാപ്റ്റിക് ക്ലഫ്റ്റും പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈനും കൂടി ചേർന്നാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, കെമിക്കൽ സിനാപ്സിന്റെ കേസിൽ പ്രീയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് വിളിക്കും. അങ്ങോട്ടാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത് കേട്ടോ. കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഇനി ഇവിടെ സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട്, അതിന്റെ ഉള്ളിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? കണ്ടോ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടപ്പുറത്തുള്ളതാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റർ ഉണ്ട്, അതാണ് ഇതിനെ സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ടൈപ്പ് ഓഫ് സിനാപ്സ് ദ മെംബ്രെയിൻ ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഹാസ് ക്ലോസ് പ്രോക്സിമിറ്റി. അടുപ്പിച്ചിരിക്കുന്ന എവിടെയാണ്? ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കൽ. രണ്ടാമത്തത്, ടൈപ്പ് ഓഫ് സിനാപ്സ് ദ മെംബ്രെയിൻ ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആർ സെപ്പറേറ്റഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്. ഏതാടാ? കെമിക്കൽ സിനാപ്സ് അല്ലേ? ഇനി നെയിം ദ ടൈപ്പ് ഓഫ് സിനാപ്സ് എ ആൻഡ് ബി. എയും ബിയും ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്. ആ സ്പേസിന് എന്താ പറയുന്നത്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ, വെയർ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേടാ. റൈറ്റ് 3 പോയിന്റ്സ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കെമിക്കൽ സിനാപ്സ് ആൻഡ് ഇലക്ട്രിക്കൽ സിനാപ്സ് അല്ലെ. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് വെച്ചാൽ എന്താണ്? അവർ തമ്മിൽ വളരെ ക്രോസ് പ്രോക്സിമിറ്റിയിലായിരിക്കും. അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആവശ്യമില്ല. വളരെ വേഗത്തിൽ തന്നെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നു. പക്ഷെ അത് വളരെ റെയർ ആണ് നമ്മുടെ ബോഡിയിൽ. നോക്കിക്കേ, ഫാസ്റ്റർ ആണ്, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആവശ്യമില്ല. പിന്നെ ഇറ്റ് ഈസ് വെരി സിമിലർ, കണ്ടക്ഷൻ ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ദ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻ എ സിംഗിൾ ആക്സോൺ. കെമിക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്, അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതാണ് റിലീസ് ആവുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റ് ആണ് എഴുതേണ്ടത്. കണ്ടോ, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കണ്ടോ, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ, സിനാപ്റ്റിക് വെസിക്കിൾ ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ ഇത്, ദാറ്റ് ഈസ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. സി എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള സ്പേസ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണ്. ഇനി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. ഇതാണ് അവിടുത്തെ റിസപ്റ്റർ കേട്ടോ. നെയിം ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിനാപ്സ് എന്ന് വെച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ്, ദാറ്റ് ഈസ് നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. ഇതിലെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എലിമിനേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നമുക്ക് പഠിക്കാനല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. ഓക്കെ അല്ലേ? ആരൊക്കെയാണ് നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ ഉള്ളത്? നമ്മുടെ ബ്രെയിനും അതേപോലെ തന്നെ സ്പൈനൽ കോഡും ആണുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ബ്രെയിനിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാം. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ബോഡീനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളാണ് അല്ലേ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ സെൻട്രൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് ഓർഗൻ ഓഫ് അവർ ബോഡിയാണ്. അതാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇനി ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നതല്ല, അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ബോണി കാവിറ്റി അല്ലെങ്കിൽ ഒരു ബോണി ബോക്സ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കൾ അല്ലെങ്കിൽ ക്രേനിയം. ഈ ക്രേനിയത്തിന്റെ അകത്താണ് നമ്മൾ ബ്രെയിനിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കളില് 8 ക്രേനിയൽ ബോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഈ ഒരു ക്രേനിയത്തിനുള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അതിനെ നമ്മൾ ക്രേനിയൽ ക്യാവിറ്റി എന്നാണ് പറയാ. ദ ക്യാവിറ്റി ഇൻ വിച്ച് ദ ക്രേനിയം ഈസ് പ്ലേസ്ഡ് അല്ലെ. നമ്മുടെ ക്രേനിയത്തിന്റെ അകത്തുള്ള ഒരു ക്യാവിറ്റി ഉണ്ട് ബ്രെയിൻ വെച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ ക്രേനിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രേനിയം. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബ്രെയിനിനെ തന്നെ അല്ലെങ്കിൽ ഈ ക്രേനിയത്തിനെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 ലെയർ അല്ലെങ്കിൽ മെനിഞ്ചസ് ആണ് ഈ ബ്രെയിനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്. അതായത് ബ്രെയിൻ എവിടെ ഇരിക്കുകയാണ്, ക്രേനിയം എവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ 3 ലെയർ ഉണ്ട് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ മെനിഞ്ചസ് എന്നാണ് വിളിക്കുക. ആ 3 ലെയറിന്റെ പേര് നിങ്ങൾ പഠിക്കുക. ഏറ്റവും പുറമേ ഉള്ളതിനെ നമ്മൾ ഡ്യൂറാ മാറ്റർ എന്നാണ് പറയുക. ഓക്കെ അല്ലേ? ഡ്യൂറാ മാറ്റർ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഡ്യൂറാ മാറ്റർ.
അത് കഴിഞ്ഞ് ഉള്ളിലുള്ളതിനെ അരക്നോയിഡ് മാറ്റർ എന്നാണ് വിളിക്കുക. അതിനുശേഷം ഏറ്റവും ഉള്ളിലുള്ളതിനെ പയാ മാറ്റർ എന്നാണ് വിളിക്കുക. നിങ്ങളോട് ചോദിക്കുക പുറത്തുനിന്ന് അകത്തേക്കുള്ള ഒരു ഓർഡർ എഴുതാനായിരിക്കും ചോദിക്കുക. അതായത് ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പയാ മാറ്റർ. ഡ്യൂറാ മാറ്റർ ആണ് ഏറ്റവും പുറത്തുള്ള മെനിഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറെ ഫൈബ്രസ് മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ക്രേനിയത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ്. കറക്റ്റ് അല്ലേ? ക്രേനിയത്തിനുള്ളിൽ ബ്രെയിൻ വെച്ചിരിക്കുന്നു. അതിനെ ബ്രെയിനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 3 മെംബ്രെയിൻ അല്ലെങ്കിൽ ലെയർ ഉണ്ട്. അരക്നോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നടുവിൽ വരുന്നതാണ് അല്ലെ, മിഡിൽ മെനിഞ്ച് ആണ്. ഒരു സ്പൈഡർ വെബ് പോലെയാണ് അത് ഇരിക്കുക. കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, സ്പൈഡർ വെബ് പോലെ. അതൊരു തിന്നാണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ്. ഏറ്റവും ഉള്ളിലുള്ളതാണ് പയാ മാറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനുമായിട്ട് തൊട്ടടുത്തിരിക്കുന്നതാണ്. കണ്ടോ? ദാറ്റ് ഫേർമിലി അഡെയർസ് ടു ദ സർഫസ് ഓഫ് ദ ബ്രെയിൻ ടിഷ്യൂ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ ടിഷ്യൂവിനോടും സ്പൈനൽ കോഡിനും ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ ആണെന്ന് പറഞ്ഞാൽ പയാ മാറ്റർ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡ്യൂറാ മാറ്റർ, അരക്നോയിഡ് മാറ്റർ, പയാ മാറ്റർ. ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ബ്രെയിനിനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്നതാണ് ഈ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അതായത് ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഓക്കെ അല്ലേ? ഇനി ഫോർ ബ്രെയിനിൽ വരുന്ന ഭാഗങ്ങളാണ് സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്. മിഡ് ബ്രെയിനിൽ ഒരു പർട്ടിക്കുലർ ഭാഗമൊന്നുമില്ല, പക്ഷെ 4 ലോബുകളാണുള്ളത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പറ ക്വാഡ്രിജിമിന എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഹൈൻഡ് ബ്രെയിനിലേക്ക് വരുമ്പോൾ അവിടെ 3 പാർട്സ് ആണുള്ളത്. പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇതാണ് അവിടെയുള്ള 3 പാർട്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ പാർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് വൺ ഇസ് ഫോർ ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ വരുന്ന ആൾക്കാർ ആരാടാ? സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ് അല്ലെ. സെറിബ്രം ആണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ സെറിബ്രം ആണ്. സെറിബ്രത്തിനെ തന്നെ നമുക്കിങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലോഞ്ചിറ്റ്യൂണലി നമുക്കിങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ലെഫ്റ്റിലൊരു ഹെമിസ്ഫിയർ കിട്ടും, റൈറ്റിലൊരു ഹെമിസ്ഫിയർ കിട്ടും അല്ലെ. നോക്കിയേ, ഡീപ് ക്ലെഫ്റ്റ് ദാറ്റ് ഡിവൈഡ്സ് ദ സെറിബ്രം ലോഞ്ചിറ്റ്യൂണലി ഇൻടു 2 ഹാഫ്സ്. കണ്ടോ? ലെഫ്റ്റ് ഹെമിസ്ഫിയറും ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയറും ഉണ്ട്. ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രാക്ട് ഓഫ് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കെലോസം എന്ന്. ഓക്കെ അല്ലേ? അതായത് ട്രാക്ട് ഓഫ് നെർവ് ഫൈബർ ദാറ്റ് കണക്ട്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർപ്പസ് കെലോസം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സെറിബ്രൽ കോർട്ടക്സ് എന്താണ്? അതായത് നിങ്ങളിപ്പോ കിഡ്നി പഠിച്ചപ്പോഴും കോർട്ടക്സ് എന്താണ്, മെഡുല എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. കോർട്ടക്സ് എന്ന് വെച്ചാൽ പുറമേക്ക് വരുന്ന, ഔട്ടറിലേക്ക് വരുന്ന ഭാഗങ്ങളാണ് കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ. ഉള്ളിലേക്ക് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഡുല്ല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സെറിബ്രൽ കോർട്ടക്സ്, സെറിബ്രൽ കോർട്ടക്സ് ആണ് അടുത്തതായിട്ട്. നോക്കിക്കേ, സെറിബ്രൽ കോർട്ടക്സിനെ പറ്റി പറയുകയാണെ. The layer of cells that covers the surface of cerebrum is called cerebral cortex. കണ്ടോ? അതായത് സെറിബ്രൽ കോർട്ടക്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരുപാട് ലെയർ ഓഫ് സെൽസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അത് ഒരുപാട് പ്രോമിനന്റ് ആയിട്ടുള്ളതാ. ഇതേപോലെയുള്ള റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ്, ഡിപ്രഷൻസ് ഒക്കെ ആയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? മാക്സിമം സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനെയും ഇങ്ങനെ ചുരുക്കി ചെറുതായിട്ട് വെച്ചിരിക്കുകയാണ്. Presence of ridges and grooves in the cerebral cortex increases the surface area of accommodating maximum number of neurons. കണ്ടോ? ഒരുപാട് ന്യൂറോൺസിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ എന്നാണ്. ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, സെറിബ്രൽ കോർട്ടക്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്രേ മാറ്റർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ന്യൂറോണിന്റെ സെൽ ബോഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതായത് ഈ ആക്സോണിന്റെ ഭാഗം ഉണ്ടാവില്ല, സെൽ ബോഡിയുടെ ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ സെറിബ്രൽ കോർട്ടക്സിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് മറ്റേതിനെ, ഈ ഒരു ആക്സോൺ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വൈറ്റ് മാറ്റർ എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ എന്തുണ്ടടാ? മൈലിൻ ഷീത്ത് ഉണ്ട് അല്ലെ. അതെന്താണ്? ഒരു വൈറ്റ് കളർ അപ്പിയറൻസ് ആണ് മൈലിൻ ഷീത്ത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വൈറ്റ് മാറ്റർ എന്നാണ് പറയുക. അപ്പൊ ഈ കോർട്ടക്സിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സെൽ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ന്യൂറോണിന്റെ. അതുകൊണ്ട് നമ്മൾ അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. കണ്ടോ? നോക്കിക്കേടാ, കോൺസെൻട്രേഷൻ ഓഫ് ന്യൂറോണൽ സെൽ ബോഡീസ് ഗിവ് ഗ്രേ കളേർഡ് അപ്പിയറൻസ് ടു ദ സെറിബ്രൽ കോർട്ടക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സെറിബ്രൽ കോർട്ടക്സിന്റെ 3 ഏരിയകളാണ്. ഒന്ന് സെൻസറി ഏരിയ, രണ്ടാമത്തത് മോട്ടോർ ഏരിയ, മൂന്നാമത്തത് അസോസിയേഷൻ ഏരിയ. സെൻസറി ഏരിയ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം അല്ലെ. സെൻസറി സിഗ്നൽസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് സെൻസറി ഏരിയ. മോട്ടോർ ഏരിയ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് കമാൻഡ്സിനെ തിരിച്ച് ഓർഗനിലേക്ക് കൊടുക്കുന്ന ഒരു ഏരിയ. കണ്ടോ? മോട്ടോർ കമാൻഡ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സെൻസറിയും അല്ല മോട്ടോറും അല്ലാത്ത ചില ഏരിയാസ് ഉണ്ട്. അതിനെയാണ് അസോസിയേഷൻ എന്ന് പറയുക. അതായത് ഇപ്പം ഇന്റർ സെൻസറി കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെ ഉള്ള 2 ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഏരിയാസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേഷൻ ഏരിയാസ് എന്ന് നമ്മളതിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മെഡുല്ല, സെറിബ്രൽ മെഡുല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ് അല്ലെ.
ഇന്നർ പാർട്ട് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ ആണ് സെറിബ്രൽ മെഡുല എന്ന് പറഞ്ഞാൽ. അവരെ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കാനുള്ള കാര്യം എന്തുകൊണ്ടാണ്? അവിടെ ഏറ്റവും കൂടുതൽ ആക്സോൺ ആയിരിക്കും ഉണ്ടാവുക, വിച്ച് ഈസ് അവിടെ വൈറ്റ് ഇൻ കളർ ആയിരിക്കും ഡ്യൂ ടു മൈലിൻ ഷീത്ത് അല്ലെ. നോക്കിക്കേ, പ്രസൻസ് ഓഫ് ട്രാക്ട് ഓഫ് ഫൈബേഴ്സ് കവേർഡ് ബൈ മൈലിൻ ഷീത്ത് ആണ് ഈ ഒരു കളർ കൊടുക്കുന്നത്, ഒരു വൈറ്റ് അപ്പിയറൻസ് കൊടുക്കുന്നത്. അപ്പം സെറിബ്രൽ കോർട്ടക്സിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കാനുള്ള കാര്യം അവിടെ സെൽ ബോഡീസ് കൂടുതലായതുകൊണ്ടാണ്. ഇനി സെറിബ്രൽ മെഡുല്ലേനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കാനുള്ള കാര്യം അവിടെ ഏറ്റവും കൂടുതൽ ആക്സോൺസ് ഉള്ളത് കൊണ്ടാണ്. ഇനി എന്താണ് തലാമസ് ആൻഡ് ഹൈപ്പോ തലാമസ്? തലാമസും ഹൈപ്പോ തലാമസ് വരച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഞാൻ തലാമസ് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൈപ്പോ തലാമസ്. ഇത് ഹൈപ്പോ തലാമസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? തലാമസ് ആണ്. തലാമസിന്റെ താഴെയുള്ളതിനെയാണ് നമ്മൾ ഹൈപ്പർ നമ്മൾ പറയില്ലേ, ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, സെറിബ്രം റാപ്സ് അറൌണ്ട് തലാമസ് എന്നാണ് പറഞ്ഞത്. തലാമസിന് ചുറ്റുമാണ് സെറിബ്രം ഉണ്ടാവുക. തലാമസ് ആണ് മേജർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, എല്ലാത്തിന്റെയും ഒരു റിലേ സെന്റർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എല്ലാം അവിടെ എത്തിച്ചേർന്നിട്ട് അവിടെ നിന്നാണ് എല്ലാം പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മേജർ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലാമസിന്റെ ബേസിലായിരിക്കും ഇരിക്കുക. ഒരുപാട് സെന്റർ അതിന്റെ ഉള്ളിലുണ്ട്. എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്നറിയോ? ബോഡി ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്, ഏർജ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ആ ഒരു ഏർജിനെ കൺട്രോൾ ചെയ്യുന്ന സെന്റർ. അതേപോലെ ഒരുപാട് ന്യൂറോ സെക്രട്ടറി സെൽസ് എവിടെയുണ്ട്? ഈ ഹൈപ്പോ തലാമസിലുണ്ട്. അവരൊരുപാട് ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, വാസോപ്രസിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ADH നമ്മുടെ കിഡ്നിയുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഓക്സിറ്റോസിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ന്യൂറോ സെക്രട്ടറി സെൽസ് എവിടെയുണ്ട്? ഹൈപ്പോ തലാമസിലുണ്ട്. അവർ ഒരുപാട് ഹോർമോൺസ് സെക്രേറ്റ് ചെയ്യുന്നിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ADH, ഓക്സിറ്റോസിൻ, എന്താണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ, അങ്ങനെ ഒരുപാട് ഹോർമോൺസിനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനിയുള്ളത് ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എല്ലാ ഇമോഷൻസും മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ലിംബിക് സിസ്റ്റം. നോക്കിക്കേ, ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ളതാണ് ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതെന്താണ് ആക്ച്വലി? നമ്മുടെ ഇന്നർ പാർട്സ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ, സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഉള്ളിലേക്കുള്ള ഭാഗം, പിന്നെ അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ്, അങ്ങനെയുള്ള ഒരുപാട് സ്ട്രക്ചർ കൂടിയിട്ടാണ് ഈ ഒരു ലിംബിക് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇമോഷണൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്നാണ് കേട്ടോ നമ്മൾ പറയാം. ഇനി ഈ ഹൈപ്പോ തലാമസിന്റെ കൂടെ ലിംബിക് സിസ്റ്റം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കുറേ ഫങ്ഷൻസ് നടക്കും. എന്തൊക്കെയാണ്? സെക്ഷൽ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുക, അതേപോലെ ഒരുപാട് ഇമോഷണൽ റിയാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. പിന്നെ മോട്ടിവേഷൻ, ഓൾ ഫാക്ഷൻ, സ്മെല്ല്, അതേപോലെ ഒരുപാട് ഓട്ടോണോമിക് ആയിട്ടുള്ള റെസ്പോൺസ്, ഇതിനെല്ലാം. പക്ഷേ ഈ ലിംബിക് സിസ്റ്റത്തിന് ഒറ്റയ്ക്ക് പറ്റില്ല, ഹൈപ്പോ തലാമസിനെ കൂടി കൂട്ടുപിടിച്ചാൽ മാത്രമേ ഈ ഫംഗ്ഷൻസിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമ്മൾ മിഡ് ബ്രെയിനിലേക്ക് വന്നു. മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതേപോലെ 4 ലോബാണ് അല്ലെ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോർപ്പറ ക്വാഡ്രിജെമിന. ഇനി എന്താണ് മിഡ് ബ്രെയിന്റെ ഫംഗ്ഷൻ എന്നറിയോ? വിഷ്വൽ ആൻഡ് ഓഡിറ്ററി റിഫ്ലക്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, ഇതിന്റെ ലൊക്കേഷൻ തലാമസിന്റെയും ഹൈപ്പോ തലാമസിന്റെയും ഇടയിലാണ്. ആൻഡ് ദ പോൺസ് ഓഫ് ദ ഹൈൻഡ് ബ്രെയിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സെറിബ്രൽ അക്യുഡക്റ്റ് ഉണ്ട്, ഒരു ചാനലാണ്, മിഡ് ബ്രെയിൻ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു കനാലാണ് കേട്ടോ സെറിബ്രൽ അക്യുഡക്റ്റ് എന്ന് പറഞ്ഞാൽ. കോർപ്പറ ക്വാഡ്രിജെമിന എന്ന് പറഞ്ഞാൽ 4 റൗണ്ട് സ്വെല്ലിങ്സ് ഇൻ ദ ഡോസൽ പാർട്ട് ഓഫ്. കണ്ടോ, ഇതുപോലെയുള്ള 4 സ്വെല്ലിങ്ങിനെയാണ് കോർപ്പറ ക്വാഡ്രിജെമിന എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഈ കോർപ്പറ ക്വാഡ്രിജെമിനയാണ് കേട്ടോ വിഷ്വൽ റിഫ്ലെക്സ് ആൻഡ് ഓഡിറ്ററി റിഫ്ലെക്സുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. മിഡ് ബ്രെയിൻ എന്താ ചെയ്യുന്നത്? വിഷ്വലി ഉള്ള സിഗ്നൽസിനെ, ഓഡിറ്ററി ഉള്ള സിഗ്നൽസിനെയൊക്കെ റിസീവ് ചെയ്യുക, അതിനെ എന്താണ് കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മിഡ് ബ്രെയിൻ ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഹൈൻഡ് ബ്രെയിനിൽ വരുന്ന 3 ആൾക്കാരാണ് പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ, അല്ലെങ്കിൽ മെഡുല്ല എന്ന് പറഞ്ഞാൽ. ഇതിൽ മെഡുല്ലേനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ ഇതാ മെഡുല്ലയിൽ അടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ടെന്ന് പറയും. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ഫൈബർ ട്രാക്റ്റുകളൊക്കെ ഉണ്ടാവും. പല പല ബ്രെയിനിന്റെ പല പല റീജൻസിൽ നിന്നുള്ള ചെറിയ ചെറിയ ഫൈബറിനെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ ന്യൂമോടാക്സിക് സെന്റർ ഫോർ ബ്രീത്തിങ്, അതായത് നമ്മുടെ ബ്രീത്തിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സെന്റർ ആണ് ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറഞ്ഞാൽ. അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്? പോൺസിലാണ്. നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് പോൺസ് ന്യൂമോടാക്സിക് സെന്റർ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇനി സെറിബെല്ലം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡീനെ ബാലൻസ് ചെയ്യുന്നതാണ് സെറിബെല്ലം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അതായത് സെറിബ്ര ആണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടായിട്ട് അറിയപ്പെടുന്നത് സെറിബെല്ലത്തിനെയാണ്. നോക്കിക്കേ, അതിനൊരു കൺവല്യൂട്ടഡ് സർഫസ് ഉണ്ട്, കുറെ ന്യൂറോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെയും എന്ത് തന്നെയാണ്? സെറിബ്രം പോലെ തന്നെ ഇവിടെയും ഗ്രേ മാറ്റർ പുറത്തും വൈറ്റ് മാറ്റർ അകത്തുമാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ അതെന്താ ചെയ്യുന്നത്? എല്ലാ ഇൻഫർമേഷൻസിനെയൊക്കെ ഇങ്ങനെ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ബോഡി ബാലൻസ് ആണ് ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ കേട്ടോ സെറിബെല്ലം. മെഡുല്ല ഞാൻ പറഞ്ഞു ഇതാ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു പറഞ്ഞു. കാര്യം എന്താണെന്നറിയോ? മെഡുല്ലയിലാണ് ഒരുപാട് റീജൻസ് ഉള്ളത് വിച്ച് കൺട്രോൾ റെസ്പിറേഷൻ, കാർഡിയോ വാസ്കുലർ റിഫ്ലെക്സസ്, ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. അതായത് നമുക്കിപ്പോൾ എന്താണ് ഈ ഛർദ്ദിക്കാൻ വരുന്ന ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എല്ലാത്തിന്റെയും ഒരു കൺട്രോൾ സെന്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡുല്ല റീജനിലാണ്. ഓക്കെ അല്ലേ?
മെഡുല്ല ഓഫ് ഹൈൻ ബ്രെയിൻ ഈസ് കണക്റ്റഡ് ടു സ്പൈനൽ കോഡ്. കാരണം ഈ ഒരു മെഡുല്ല ഭാഗമാണ് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലർ റിഫ്ലെക്സ്, അതേപോലെ തന്നെ എന്താണ് റെസ്പിറേഷൻ, അങ്ങനെ എല്ലാ കാര്യത്തിനെയും മെയിൻ സെന്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെഡുല്ലയിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ബ്രെയിൻ സ്റ്റെം എന്താന്നുള്ളത് പഠിക്കണം. ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളടാ. അതായത് എന്തൊക്കെ കൂടിച്ചേരുമ്പോഴാണെന്നറിയോ? ഒന്ന് നമ്മുടെ മിഡ് ബ്രെയിൻ, പിന്നെ ഒന്ന് നമ്മുടെ പോൺസ്, പിന്നെ ഒന്ന് നമ്മുടെ മെഡുല്ല. അതാ ഇത്രയും ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ സ്റ്റെം. ഇതെല്ലാം ഒരു സ്ഥലത്ത് വരുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അതിനെ ബ്രെയിൻ സ്റ്റെം എന്ന് വിളിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 3 ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാടാ. The region of human brain which control the functions such as body temperature, urge for eating and drinking. നമ്മൾ ഇപ്പൊ പഠിച്ചതാണ് ഹൈപ്പോതലാമസ് ആണ് അല്ലേ? അടുത്ത നോക്കിക്കേ, വിച്ച് ഓഫ് ദ പാർട്ട് ഓഫ് ബ്രെയിൻ കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ. അതും ഇപ്പൊ കണ്ടതാണ്. കാർഡിയോ വാസ്കുലർ റിഫ്ലെക്സ്, ഗ്യാസ്ട്രിക് സെക്രീഷൻ, അതേപോലെ തന്നെ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്ന മെഡുല്ലയാണ് അല്ലെ. ഇനി നോക്കിക്കേ, ഈ ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ ബ്രെയിനിനെ 4 ബ്രെയിൻ, ഇവിടെ എന്താ വരിക? മിഡ് ബ്രെയിൻ ആണല്ലേ വരിക. യെസ്, മിഡ് ബ്രെയിൻ. ഇനി അടുത്ത ഇവിടെ നോക്കിക്കേ, ഹൈൻ ബ്രെയിൻ കൊടുത്തിട്ടുണ്ട്. 4 ബ്രെയിന്റെ 3 ഭാഗങ്ങളായിരിക്കും സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് അല്ലെ. അപ്പൊ ഇവിടെ സെറിബ്രം ആണ് വരിക. തലാമസും ഹൈപ്പോതലാമസും മാർക്ഡ് ആണ്. ഇനി ഹൈൻ ബ്രെയിനിൽ വരുന്നതാണ് പോൺസ് ഉണ്ട്, മെഡുല്ല ഉണ്ട്. ഇനി ആരാ മിസ്സിംഗ്? സെറിബെല്ലാണ്. അപ്പൊ സെറിബെല്ല ഇവിടെ കൊടുത്തു. മിഡ് ബ്രെയിനിൽ വരുന്നതാണ് സെറിബ്രൽ അക്വിഡക്റ്റും കോർപ്പറ ക്വാഡ്രിജമിനും, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 3 ലെയേഴ്സ് ഓഫ് ക്രേനിയൽ മെനിഞ്ചസിന്റെ കാര്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഔട്ടർ ലെയറിനെ വിളിക്കുന്നത് എന്താണ്? ഡ്യൂറാ മാറ്റർ ആണ് അല്ലെ. യെസ്. മിഡിൽ ലെയറിനെ വിളിക്കുന്നതാണ് എരക്കനോയിഡ് മാറ്റർ. ഉള്ളിലുള്ളതിനെ വിളിക്കുന്നതാണ് പയാ മാറ്റർ. യെസ്. അങ്ങനെ എന്താണ് നമ്മൾ എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? യെസ്. യെസ്, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അതിഗംഭീരമായി പഠിച്ചു. ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതായത് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് എല്ലാം അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. പിന്നെ അപ്പൊ നമുക്ക് വീണ്ടും എന്താണ് അടുത്ത ഓരോ ചാപ്റ്റേഴ്സിന്റെയും 1 ഷോർട്ട് റിവിഷനുമായിട്ട് ഇനിയും മിസ് നിങ്ങളെ കാണാനായിട്ട് എത്തും. അതുവരെ ഇറ്റ്സ് മീ അഷ്ടമി മിസ് സൈനിങ് ഓഫ്. ബൈ.